أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യ വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ അവൻ്റെ ഭവനത്തിൽ വിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട, ആഗതമായിക്കൊണ്ടിരിക്കുന്ന റമദാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സാന്ദർഭികമായി ഓർക്കുവാനും മനസ്സിലാക്കാനുമൊക്കെ ഒത്തുചേർന്നത് സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇശാ നമസ്കാരം 8:07 അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ജമാഅത്ത് നടത്താൻ പറ്റിയ രൂപത്തിൽ അതിന് മുമ്പ് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഏതാനും ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാൽ അല്ലാഹു അനുഗ്രഹിച്ചെങ്കിൽ ഈ വർഷത്തെ റമദാൻ വരാനിരിക്കുകയാണ്. നമ്മളത് ആ ദിവസം ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഏകദേശം ഒരാഴ്ച കൂടെ ജസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ ആ റമദാനിലേക്ക് പ്രവേശിക്കുന്ന അത്രയും അടുത്ത് എന്ന രൂപത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ നമ്മളൊന്ന് സാന്ദർഭികമായി ഓർക്കുന്നത് നല്ലതാണ്. ആ നിലക്കാണ് ഇങ്ങനെ ഒരു അഹ്ലൻ റമദാനിന് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചത്. അതിലുണ്ടാകേണ്ട ഒരു ചിന്ത, നമ്മുടെ വയസ്സിനനുസരിച്ച് നമുക്കൊക്കെ റമദാനുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവനവൻ്റെ വയസ്സ് നമ്മൾ ഓർത്തു നോക്കുക. നമ്മുടെ വയസ്സിനനുസരിച്ച് റമദാനുകൾ കഴിഞ്ഞുപോയി. അതിൽ നമുക്ക് പ്രായപൂർത്തിയാകുന്നതിൻ്റെ മത നിയമങ്ങൾ ബാധകമാകുന്നതിനെ മുമ്പത്തേത് മാറ്റിവെക്കുക. ബാധകമായത് മുതൽ, തക്ലീഫ് ബാധകമായത് മുതൽ നമ്മളിങ്ങനെ എടുത്ത് പരിശോധിച്ചാൽ എത്രയോ റമദാനുകൾ നമ്മുടെ വയസ്സിനനുസരിച്ച് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ നോമ്പും നോറ്റിട്ടുണ്ട്. റമദാനുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു കാര്യം, അല്ലാഹുവേ, ആ റമദാനുകൾ എനിക്ക് അനുകൂലമാക്കണേ, ആ നോമ്പുകൾ നീ കബൂലാക്കണേ എന്നുള്ള ആത്മാർത്ഥമായി കഴിഞ്ഞ കൊല്ലം വരെ നോറ്റ ആ റമദാൻ അത് എനിക്ക് അനുകൂലമാക്കണേ, എന്നിൽ നിന്ന് സ്വീകരിക്കണേ എന്നുള്ള ഇഖ്ലാസോടെയുള്ളൊരു പ്രാർത്ഥന നമുക്കുണ്ടാകുന്നത് നല്ലതാണ്. നമ്മളടുത്ത റമദാൻ വരാൻ നമ്മുടെ സഹോദരിമാര് എല്ലാ ഐറ്റം പൊടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പം വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കി, ചിലപ്പോൾ ഇന്ന് തന്നെ വരുമ്പോൾ വാങ്ങണം എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടാവും. അരിപ്പൊടി ഉണ്ടാവും, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മറ്റ് ഓൾ പൊടീസ്. അപ്പോൾ ഈ സംഗതിയൊക്കെ ഉണ്ടാവും. നമ്മളങ്ങനെയൊക്കെ റെഡിയാണ്. അതുപോലെ നമ്മുടെ വീട് അതിനു വേണ്ടി ചിലപ്പോൾ ഒന്ന് തുടച്ചൊക്കെ റെഡിയാക്കി പൊടിയൊക്കെ തട്ടി അതൊക്കെ അല്ലെങ്കിലും ചെയ്യുന്നതാണ്. നല്ല റമദാൻ വരുമ്പോൾ നമ്മളൊന്ന് അതിൻ്റെ ഒരുക്കം നിലക്കൊക്കെ ചെയ്യുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെയൊക്കെ അപ്പുറം പൊടി തട്ടേണ്ടത് നമ്മുടെ മനസ്സാണല്ലോ, തുടക്കേണ്ടത് നമ്മുടെ മനസ്സാണല്ലോ. ആ മനസ്സ് നമ്മൾ റമദാനെ സ്വീകരിക്കാൻ എത്രമാത്രം സജ്ജമായിട്ടുണ്ട് മാനസികമായി എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. അതിൻ്റെ ഭാഗമായി ഉണ്ടാകേണ്ട ഒന്നാമത്തെ കാര്യമാണ്, കഴിഞ്ഞ റമദാൻ വരെയുള്ള നമ്മുടെ നോമ്പുകൾ, റമദാനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കണം എന്ന പ്രാർത്ഥന ഉണ്ടാകും. ഈ പ്രാർത്ഥന നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ അടുത്ത റമദാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്വീകരിക്കാൻ പറ്റിയ രൂപത്തിൽ അത് ചെയ്യും.
അപ്പം ഇത് സ്വീകരിക്കണേ എന്ന നിരന്തരമായ പ്രാർത്ഥന. കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ ഇനി, വളരെ കുറഞ്ഞ ദിവസങ്ങളെ. അപ്പം ഈ ദിവസങ്ങൾക്ക് സത്യത്തിൽ നമ്മളങ്ങനെ ആലോചിച്ചാൽ കഴിഞ്ഞ ദിവസം മരിച്ച മനുഷ്യന്മാരുണ്ട്, ഇന്ന് മരിച്ചവരുണ്ട്, ഇന്ന് മരിച്ചവരുണ്ട്. നമ്മുടെ പുളിക്കൽ മദീനത്തുൽ കോളേജിൽ പഠിച്ചിരുന്ന ഒരു കുട്ടിയുടെ പിതാവ് കൊടിയത്തൂരുള്ള ഒരു വ്യക്തി ഇന്ന് മരണപ്പെട്ടു. അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും അർഹം നൽകുമാറാവട്ടെ. ഇങ്ങനെ പരിശോധിച്ചാൽ ഇന്നലെ ഉണ്ടാവും, മിനിഞ്ഞാന്നുണ്ടാവും, ഇങ്ങനെ എടുത്ത തൊട്ടടുത്ത ദിവസങ്ങളൊക്കെ ഉണ്ട്. ഈ മനുഷ്യന്മാരൊക്കെ കഴിഞ്ഞ റമദാനിൽ നമ്മൾ ഉണ്ടായിരുന്ന പോലെ ഉള്ളവരാണ്. നമ്മൾ കഴിഞ്ഞ റമദാനിലുണ്ട്, ആ നമ്മൾ ഉണ്ടായിരുന്ന പോലെ കഴിഞ്ഞ റമദാനിൽ ഉള്ളവരാണ് ഈ അടുത്ത ദിവസങ്ങൾ മരിച്ച ആൾക്കാരൊക്കെ. അവര് അടുത്ത റമദാൻ ആയപ്പോഴേക്കില്ല. ഇനി നമ്മിൽ ആരൊക്കെ ഉണ്ടാകും ഉണ്ടാകില്ല എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അള്ളാഹു നമുക്ക് അങ്ങനെ അവസരം തരുന്നുവെങ്കിൽ, ഈ റമദാനിൽ ജീവിക്കാൻ അള്ളാഹു അവസരം തരുന്നുവെങ്കിൽ ഞാനത് എന്തായാലും മുതലാക്കും എന്നൊരു ഉറപ്പ് നമ്മിൽ, ഒരു തീരുമാനം നമ്മിൽ ഉണ്ടാകും. ഞാൻ എന്തായാലും അത് ഉപയോഗപ്പെടുത്തും, അതെനിക്ക് നഷ്ടമായി പോകൂല എന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. മനസ്സിലായല്ലോ? രണ്ടാമത്തെ ഒരു സംഗതി അതാണ്, ഞാനത് മുതലാക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റമദാനിലേക്കാണ് കയറി, ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ കഴിഞ്ഞു, മൂന്നാമത്തെ കഴിഞ്ഞു. ചിലപ്പോൾ നമ്മളിങ്ങനെ 2-3 നോമ്പൊക്കെ ആയി നോമ്പ് തുറന്നാൽ പറയും ഇനി 32, ഇനി 30 കിട്ടുകയാണെങ്കിൽ 27 ഉണ്ട്, അടുത്ത ദിവസമായാൽ 26, അങ്ങനെ 15 ആയി, നമ്മളാവും 15 പൗതി അല്ലേ. പിന്നെ അടുത്ത ദിവസം 14, ഇങ്ങനെ കൗണ്ട് ഡൗൺ തുടങ്ങി അങ്ങനെ പോയിട്ട് ഇനിയിപ്പോൾ 1-2 കൂടെയൊക്കെ ഉള്ളൂ. ആശ്വാസം. സത്യത്തിൽ അതൊരു ആശ്വാസമാണോ ഉണ്ടാകുക? നമ്മൾ ആലോചിച്ച് നോക്കി. അതുപോലെ ഈ റമദാൻ വരുന്നു, ഇപ്പൊ വരാൻ പോവുകയാണ്, തൊട്ടടുത്ത് നിൽക്കുകയാണ് എന്നുള്ളൊരു ഘട്ടം വരുമ്പോൾ നമ്മുടെ മനസ്സ് എന്താണ്? പഠിച്ചോനെ, ഇപ്പൊ റമദാനാണ് വരുന്നത്, നല്ല വേനലാണ്, എന്തേക്കാരപ്പ സ്ഥിതി എന്ന ആശങ്കയാണോ? അതൊക്കെ നടന്നോളും. പക്ഷെ ആ ടൈം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതൊരു സീസണാണ്, നന്മയുടെ സീസണാണ്, നന്മ ചെയ്യാൻ പറ്റിയ നല്ല സമയമാണ്. ആ നിലക്ക് തന്നെ റബ്ബ് നമുക്ക് അവസരം തരുന്നെങ്കിൽ അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ആ നിലക്ക് നമ്മൾ ശ്രദ്ധിക്കണം. നോക്കൂ, ഒരു 3 കാര്യങ്ങൾ നമ്മുടെ റമദാൻ എന്നല്ല, നോമ്പ് എന്നല്ല, ഏത് കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കാൻ ഒരു 3 കാര്യങ്ങൾ വേണം. ഞാൻ റമദാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വരുന്നതിന് മുമ്പ് അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ആ 3 കാര്യങ്ങളോടെ ചെയ്യുന്ന കർമ്മങ്ങളെ അല്ല എടുക്കൂ, അല്ലാത്ത കർമ്മങ്ങൾ അല്ല എടുക്കൂല, അല്ല കബൂലാക്കൂല. അല്ല കബൂലാക്കണമെങ്കിൽ 3 നിർബന്ധ ഘടകങ്ങൾ നമ്മുടെ അമലുകൾക്ക് ഉണ്ടാകണം. ഒന്ന്, യഥാർത്ഥ വിശ്വാസത്തോടെയുള്ള പ്രവർത്തനമാണ്. വളരെ കറകളഞ്ഞ കൃത്യമായ വിശ്വാസം, അള്ളാഹുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം, പ്രവാചകങ്ങളുടെ വിശ്വാസം. അങ്ങനെ വിശ്വസിക്കേണ്ട കാര്യങ്ങളിലൊക്കെ വളരെ ഒരു അങ്ങോട്ടുമുള്ള ചാഞ്ചാട്ടല്ലാതെ വളരെ ക്ലിയറായ വിശ്വാസം ഉണ്ടെങ്കിലേ അള്ളാഹു സ്വീകരിക്കൂ. ഒരു മനുഷ്യന്റെ വിശ്വാസത്തിൽ ശിർക്ക് കലർന്നാൽ, അല്ലാഹ് പറയുന്നുണ്ടല്ലോ, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ, താങ്കൾക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്. താങ്കൾക്ക് മാത്രമല്ല, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ മുഴുവൻ പ്രവാചകന്മാർക്കും വഹി നൽകപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, അങ്ങയുടെ അമല് നഷ്ടത്തിലായി പോകും, പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരിൽ അങ്ങ് പെട്ടുപോവുകയും ചെയ്യും നബിയെ എന്ന് ശിർക്ക് ചെയ്യാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, മറ്റു തെറ്റുകൾ ചെയ്യാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയാം. എന്തിനാണ് പറഞ്ഞതെന്നറിയോ? ഈ ശിർക്ക് ഇത്ര ഗൗരവമുള്ളതാണ് കേട്ടോ എന്ന് ഈ ഉമ്മത്തിനെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മള് നമ്മുടെ നോമ്പ് അല്ലാഹ് എടുക്കണമെങ്കിൽ,
നമ്മുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ വളരെ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടതാണ് ഈ വിശ്വാസം. ശിർക്കെങ്ങാനും കലർന്നാൽ, അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്കെങ്ങാനും കൊടുത്തുപോയാൽ അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്നറിയോ? നമ്മുടെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോകലാണ്. ഒരു അമലും അള്ളാഹു എടുക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കാര്യവും നമ്മുടെ കുടുംബത്തിന്റെ കാര്യവും നമ്മളുമായി ബന്ധമുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ, നമ്മുടെ ബന്ധുക്കളുടെ, കുടുംബങ്ങളുടെ, അങ്ങനെ നമ്മോട് സ്നേഹമുള്ള, നമുക്ക് സ്നേഹമുള്ള ഏതൊക്കെ ആളുകളുണ്ടോ ഈ ആളുകൾ അവരുടെയൊക്കെ അമല് അള്ളാഹു എടുക്കണമെങ്കിൽ ഇത് നിർബന്ധമാണല്ലോ. അതുകൊണ്ട് ഇതവർക്കുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വിശ്വാസരംഗത്തെ അപജയം സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്താം. അള്ളാഹുവിന് നൽകേണ്ട ഇബാദത്ത് അവന് മാത്രം നൽകുക, ശിർക്ക് ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. മനസ്സിലായല്ലോ? രണ്ടാമത്തെ കാര്യം, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. ഇങ്ങനെ നമുക്ക് തോന്നിയ മാതിരി ചെയ്തുകൊണ്ട് അള്ളാഹു അമലെടുക്കൂല, സ്വീകരിക്കൂല. അള്ളാഹു പറയുന്നുണ്ട്, വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. വമൻ അറാദൽ ആഖിറത, ആര് പരലോകം ഉദ്ദേശിക്കുകയും വസഅ ലഹാ സഅയഹാ, എന്നിട്ട് അതിനു വേണ്ട പരിശ്രമം നടത്തുകയും ചെയ്താൽ, പരലോകം ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കലാണ്, നരകമോക്ഷമാണ്. അങ്ങനെ സ്വർഗത്തിലെത്തണം, നരകത്തിൽ രക്ഷപ്പെടണം എന്ന രൂപത്തിൽ പരലോകം ഉദ്ദേശിക്കുകയും വിശ്വാസിയായും കൊണ്ട് അതിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നത് ആരാണോ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ, അവരുടെ ആ പരിശ്രമം അത് സ്തുത്യർഹമാണ്, നന്ദി അർഹിക്കുന്നതാണ്, അഥവാ പ്രതിഫലം ലഭിക്കുന്നതാണ് എന്നാണ്. എന്താണ് അവിടെ അതിന് വേണ്ട പരിശ്രമം എന്ന് പറഞ്ഞാൽ? പരലോകത്ത് സ്വർഗത്തിൽ എത്ര ഒരാൾ ആഗ്രഹിക്കുന്നു, ഉദ്ദേശിക്കുന്നു, ഉദ്ദേശം മാത്രമുണ്ട്, ഉദ്ദേശം മനസ്സിലുണ്ട്, എന്നിട്ട് എന്തോ തോന്നി അമൽ അങ്ങനെ ചെയ്തു പോവുകയാണെങ്കിൽ അയാൾക്ക് സ്വർഗമില്ല, അയാൾക്ക് ആ പറഞ്ഞ പരലോക മോക്ഷം ലഭിക്കില്ല. മറിച്ച് അതിന് എന്ത് പരിശ്രമമാണോ നടത്തുന്നത് അത് ചെയ്യണം. ഈ ഫാൻ കറങ്ങണമെങ്കിൽ അതിന്റെ സ്വിച്ച് ഇടണം, വേറെ ഏതോ സ്വിച്ച് ഇട്ടുണ്ടോ അത് കറങ്ങൂല. നമ്മൾ ആ സ്വർഗത്തിലെത്തണമെങ്കിൽ അതിന് വേണ്ട ശ്രമം എന്താണോ അത് നടത്തണം. അത് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ ഉദ്ദേശം മുതാബഅത്തുർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന്റെ വിവക്ഷ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നുകൊണ്ട് ചെയ്യുക എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് ചെയ്യുക. അപ്പോ നമ്മൾ ചെയ്യുന്നൊരു കർമ്മം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അത് നോമ്പാണ്, നിസ്കാരമാണ്, മറ്റെന്ത് ദീനിയായ അമലാണെങ്കിലും അത് അള്ളാഹു തആല സ്വീകരിക്കണമെങ്കിൽ മുതാബഅത്തുർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നുകൊണ്ട് ചെയ്യണം. ഇത് നമ്മൾ സ്വീകരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലേക്ക് ആ മെസ്സേജ് കൈമാറുക, നമ്മളുമായി ബന്ധമുള്ള അത്തരം ആളുകൾക്ക് ആ മെസ്സേജ് കൈമാറുക. മൂന്നാമത്തെ ഒരു കാര്യം, ഇഖ്ലാസോടെ, ആത്മാർത്ഥതയോടെ ചെയ്യാന്നുള്ളതാണ്. ആത്മാർത്ഥമായി ചെയ്യാം. നമ്മൾ നോമ്പാണെങ്കിലും മറ്റെന്ത് അമലാണെങ്കിലും ആ ചെയ്യുന്നത് ആൾക്കാർ കാണാനോ ആൾക്കാരെ നല്ല അഭിപ്രായം കിട്ടാനോ ഇപ്പം എന്താ മോശമല്ലേ ചെയ്യാഞ്ഞാല് എന്നൊക്കെയാണെങ്കിൽ ഒരു കാര്യം അതുകൊണ്ടില്ല, ഒരു കാര്യമില്ല. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടില് ഈ രോഗസന്ദർശനം പലരും നടത്താറുണ്ട്. വലിയ പുണ്യമുള്ള കാര്യമാണ് മാത്രമല്ല ആ രോഗിക്കതൊരു ആശ്വാസമാണ്. സന്ദർശിക്കുന്ന നമുക്ക്, നമ്മളെ രോഗിയെ സന്ദർശിക്കുമ്പോൾ നമുക്കതൊരു ഗുണമാണ്. എന്താണ്, ഞാനും വേണമെങ്കിൽ ഇതേമാതിരി കിടക്കാലോ, എൻ്റെ മികവ് കൊണ്ടൊന്നല്ലോ ഇപ്പൊ ഞാൻ നടക്കുന്നത്, അള്ളാഹ് തന്ന ആരോഗ്യം കൊണ്ടല്ലേ. ആ മനുഷ്യപ്പോ രോഗിയായി, ഇതുപോലെ വേണമെങ്കിൽ ഞാനും ആകാമായിരുന്നല്ലോ, അള്ളാഹ്ക്ക് വേണമെങ്കിൽ എൻ്റെ ആരോഗ്യം തിരിച്ചെടുക്കാമായിരുന്നല്ലോ എന്ന ഒരു ബോധം നമുക്കുണ്ടാവുകയും ആ രോഗിയെ കണ്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ തഖ്വയുടെ ഗ്രാഫ് ഒന്ന് ഉയരും ചെയ്യും. പക്ഷേ പലപ്പോഴും ഇഖ്ലാസോടല്ലാതെ രോഗസന്ദർശനം നടക്കും. എന്താണ്, പോവാൻ ഞാൻ മോശമല്ലേ, ഓലിപ്പം എന്താ വിചാരിക്കുക, അയലോക്കത്തുള്ളവരൊക്കെ പോയാലോ, നമ്മളായിട്ട് പോവാഞ്ഞപ്പം എന്തോലെ വിചാരിക്കുക എന്ന് കരുതിയിട്ട് നിന്നാൽ അതിന് അവിടെ ഒന്നും ഉണ്ടാവില്ല. നമ്മളാ മറ്റേ ഓറഞ്ചോ മറ്റേ പഴോ എന്തൊക്കെ സാധനമൊക്കെ വാങ്ങിയിട്ട് പോയിട്ടുണ്ട്, വാങ്ങിയിട്ട് പോയി കിട്ടിയെന്നല്ലാതെ ഒരു കാര്യം അതും ഉണ്ടാവില്ല.
ഓലടിയിൽ ഓക്കെ ഓല് വന്നീന് ബലും വന്നീന് എന്നൊരു അഭിപ്രായം ഉണ്ടാവുന്നല്ലാതെ അവിടെ ഒന്നും ഉണ്ടാവില്ല. ആ ഉണ്ടാവാൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇഖ്ലാസ് ഒന്നും നെയ്യത്ത് കണക്ട് ചെയ്താൽ മതി. എന്തേ ഉള്ളൂ ഇത് റസൂലുള്ളാഹി പഠിപ്പിച്ചൊരു ചര്യയാണ്, ഒരു സുന്നത്തായ വലിയ പുണ്യമുള്ള സംഗതിയാണ് എന്നുള്ള നിലക്ക് ചെയ്താൽ അത് വലിയ പുണ്യമാണ്. ഉദാഹരണം പറഞ്ഞു മാത്രം. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്ന കർമ്മങ്ങൾ ആത്മാർത്ഥമായി ചെയ്യാം. എന്നാൽ അതൊക്കെ അവിടെ ഉണ്ടാവും. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ശിർക്കില്ലാതെ ശുദ്ധമായ തൗഹീദോടെ ആയിരിക്കണം നമ്മുടെ നോമ്പ്, നിസ്കാരം, എന്തമലുണ്ടോ ഒക്കെ. 2, ആ ചെയ്യുന്നത് ദീനീയായ കാര്യങ്ങൾ ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നുകൊണ്ട് ഇത്തിബാഅ് ചെയ്തുകൊണ്ട് ആയിരിക്കണം. 3-മത്തേത് അള്ളാഹുവിന്റെ വജൂഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഇഖ്ലാസോടെ ആയിരിക്കണം ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ കർമ്മങ്ങൾ സ്വീകാര്യമല്ല. ഇതിന്റെ അടിസ്ഥാനത്തിലേക്ക് മനസ്സിലാക്കാം. ഇനി വിശുദ്ധ റമദാൻ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ അത് എങ്ങനെ, ഈ 3 കാര്യങ്ങൾ മറന്നു പോരുത് കേട്ടോ. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഇനി ചിന്തിക്കുക ചില കാര്യങ്ങൾ. ഇപ്പൊ നമ്മള് റമദാനിലെ ഇപ്പൊ നമുക്കറിയാം മാർച്ചിലാണ് ഈ വർഷത്തെ റമദാൻ. അപ്പൊ നമ്മുടെ നാട്ടിൽ മാർച്ചിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ നല്ല ചൂടായിരിക്കും. ഇപ്പൊ തന്നെ അത്യാവശ്യം ചൂടുണ്ട്. ഇനി ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ നല്ല ചൂടിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. അപ്പൊ ഈ ചൂടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ നല്ല ചൂടുള്ള ഒരു കാലാവസ്ഥയിലാണ് ഈ വർഷത്തെ റമദാൻ എന്ന ഒരു ചിന്ത മനസ്സിലിങ്ങനെ ഉണ്ടാകുമ്പോൾ, എന്താ പഠിച്ചോനെ ഇപ്പൊ നല്ല ചൂടാണ്, അതൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളും. ആ ചൂടത്തും നല്ല ശക്തമായ ചൂടിൽ പകൽ സമയത്ത് ഉണ്ടാകാനിടയുള്ള ദാഹം, വിശപ്പ്, ക്ഷീണം, ഈ സമയത്തൊന്നും അള്ളാനെ കുറിച്ച് മോശമായ ഒരു ചിന്ത ബഹുമാന്യ വിശ്വാസിനികളെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകരുത്. എന്തിനാ പഠിച്ചോനെ ഇങ്ങനൊരു ഇബാദത്ത് വെച്ചത് എന്നുള്ള ഒരു നെഗറ്റീവായൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകരുത്. പിന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് ക്ഷീണം ഉണ്ടാവും, ഉറപ്പാണ്. നോമ്പല്ലേ, ക്ഷീണം ഉണ്ടാവും. എന്ത് നമ്മൾ പറഞ്ഞാലും സംഭവം ക്ഷീണമൊക്കെ ഉണ്ടാവും, നമുക്കറിയാലോ. പക്ഷെ ആ ക്ഷീണമുണ്ടാകുന്നത് നമ്മുടെ തഖ്വ വർദ്ധിപ്പിക്കാനാകണം, എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകണം, എന്റെ പാപങ്ങൾ പൊറുക്കാനാകണം, അതും റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനാകണം എന്ന് തുടങ്ങി റമദാൻ കൊണ്ടുള്ള കിട്ടേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് കിട്ടണം. അതിന് ഞാൻ ഈ പട്ടിണി കിടക്കാൻ, ദാഹം സഹിക്കാൻ, വിശപ്പ് സഹിക്കാൻ തയ്യാറാണ് എന്ന ഒരു തിരിച്ചറിവും ബോധവുമാണ് ഈ റമദാനിൽ നമുക്കുണ്ടാകേണ്ടത്. ഞാൻ ആവർത്തിക്കുന്നു, ഈ റമദാൻ നല്ല ചൂടുള്ള സമയത്താണ്. പക്ഷേ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിചാരം, വാക്കിൽ നമ്മൾ പറഞ്ഞോളന്നില്ല, ഒരു വിചാരം പോലും, എന്തിനാ പഠിച്ചോനെ നിസ്കാരം കുഴപ്പമില്ല, അതാ കുറച്ച് മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ്, ഇതിപ്പോ സുബഹി മുതൽ മഗ്രിബ് വരെ തുള്ളി വെള്ളം കുടിക്കാൻ പറ്റൂലല്ലോ, എന്തിനാണ് പഠിച്ചോനെ ഇങ്ങനൊന്ന് വെച്ചത് എന്നുള്ള നെഗറ്റീവായ ചിന്ത ഉണ്ടാകരുത്. അങ്ങനെ ഒരു ക്ഷീണുണ്ടോ ആ സമയത്ത് തഖ്വ ഇങ്ങനെ കൂടണം. എന്താണ്, ഞാനിപ്പോ ഈ ദാഹം സഹിക്കുന്നുണ്ടല്ലോ, വേണമെങ്കിൽ ആരും കാണാതെ വെള്ളം കുടിക്കാൻ എനിക്ക് കഴിയല്ലോ, ആരും കാണാതെ വേണമെങ്കിൽ എന്തെങ്കിലും കഴിക്കാനും എനിക്ക് വേണമെങ്കിൽ കഴിയും. ഇന്നത്തെ കാലത്ത് കഴിയുമല്ലോ, അന്നൊരു പ്രയാസമുള്ള സംഗതി അല്ലല്ലോ, കഴിക്കാൻ വേണമെങ്കിൽ കഴിയുമല്ലോ. പക്ഷെ എന്താ നമ്മൾ കഴിക്കാത്തത്? അള്ളാഹ് ഹറാമാക്കിയതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത് എന്നൊരു ബോധത്തോടു കൂടെ നാം നോമ്പുകാരാവുക. അവിടെ എന്തെല്ലാമാണ് നമ്മുടെ മനസ്സിന് ആശ്വാസമായിട്ടുണ്ടാവുക എന്നറിയോ? ഒന്ന്, നമ്മുടെ തഖ്വ വർദ്ധിപ്പിക്കാൻ എന്നതാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നമുക്കറിയാം, നമ്മൾ എത്രയോ കേട്ട ആയത്താണ്, എത്രയോ ഓതിപ്പോയ ആയത്താണ്, സൂറത്തുൽ ബഖറയിലെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. എന്തിനാണത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീർന്നേക്കാം, ദോഷബാധ ഭയന്ന് ജീവിക്കുന്നവരായി തീർന്നേക്കാം, അതിനാണ് എന്നാണ്.
എങ്ങനെയാണ് ഈ നോമ്പിലൂടെ തഖ്വ ഉണ്ടാകുക നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അതിനാദ്യം എന്താ തഖ്വ എന്ന് മനസ്സിലാക്കുക. തഖ്വ എന്താണ്? നമ്മൾ സാധാരണ പറയും പടച്ചോനെ പേടി എന്നറിയില്ലേ. അത് ജീവിതത്തിന്റെ ഏത് തുറയിലാണെങ്കിലും ഏത് തലത്തിലാണ് ഇപ്പൊ നമ്മുടെ വീട്ടില് നമ്മുടെ റൂമിൽ നമ്മൾ ഒറ്റക്ക് ഡോറടച്ച് ജനലടച്ച് കർട്ടൻ താഴ്ത്തി നമ്മൾ ഒറ്റക്ക് റൂമിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഡൈനിങ് ഹാളിലോ അടുക്കളയിലോ സിറ്റ് ഔട്ടിലോ ലിവിംഗ് റൂമിലോ നമ്മുടെ കുടുംബാംഗങ്ങളുടെ കൂടെ ഒന്നിച്ച് അവിടെ നിന്നും കൂടെ ഇങ്ങോട്ട് ഇറങ്ങി പുറത്തിറങ്ങിയിട്ട് അയൽവാസികളുടെ കൂടെ ഒന്നുകൂടെ പുറത്തിറങ്ങി നാട്ടുകാരുടെ കൂടെ പിന്നെയും ഇറങ്ങി ജോലി ചെയ്യുന്ന അവിടെ ഇങ്ങനെ തുടങ്ങിയ ആൾക്കാർക്കിടയിൽ ഈ പറഞ്ഞ എവിടെയാണ് ഒറ്റക്കാണെങ്കിലും മറ്റാളുകളെ കൂടെയാണെങ്കിലും എവിടെ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും എന്നെ അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട്. എന്നെ ഇപ്പൊ ശരിക്ക് ഫോക്കസ് ചെയ്ത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ പ്രത്യേകം ഫോക്കസ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ റെക്കോർഡിംഗ് സിസ്റ്റത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഇതിവിടെ ആ മെമ്മറി കാർഡ് അവിടെ കാണിച്ചു തരും. മെമ്മറി കാർഡ് നോക്കണ്ട, ഈ സിസ്റ്റം ചെയ്യും, ഇതവിടെ പ്ലേ ചെയ്യിക്കും. ഞാൻ സമാധാനം പറയേണ്ടി വരും. ഇഖ്റ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല വിചാരണ ചെയ്യുന്ന രംഗം പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു റെക്കോർഡിംഗ് സിസ്റ്റത്തിലൂടെയാണ് പോകുന്നത്. എൻ്റെ ജീവിതം ഒന്നാണ്. ഇതാണ് തഖ്വ. ഇതെങ്ങനെ നോമ്പോണ്ട് ഉണ്ടാവും? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടാവും. ഇപ്പൊ നോമ്പിന്റെ പകലിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നല്ല ദാഹം, എന്നാൽ വെള്ളം കുടിക്കാൻ സൗകര്യമുണ്ട് നമുക്ക് വീട്ടിൽ. ഞങ്ങാടിക്ക് ഇറങ്ങിയാൽ അതിലേറെ സൗകര്യമുണ്ട്. ഇനിയിപ്പോൾ ഒരു കാറൊക്കെ ഉള്ള ആളാണെങ്കിലോ അതിലേറെ സൗകര്യം. എന്താണ്? കാറിൽ ചിലപ്പം വെള്ളത്തിൻ്റെ ബോട്ടിലുണ്ടാവും, ചിലപ്പോൾ അതിൽ വെള്ളം ഉണ്ടാവും. നമ്മൾ ഇനി ആരും കാണാത്തോടത്ത് പോയി നിർത്തിയിട്ട് CCTV ഒന്നും ഇല്ലാത്തോടത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് വേണമെങ്കിൽ വെള്ളം കുടിക്കാൻ സൗകര്യം ഉണ്ടല്ലോ. എന്തേ നമ്മൾ കുടിക്കാത്തത്? അതന്നെ, ഈ നമ്മുടെ ഈ ഒരു കൈ എത്തുന്ന ദൂരത്ത് കാറിൽ അവിടെ നമ്മളെ കൈയിൻ്റെ അടുത്ത് വെള്ളമുണ്ട്. പക്ഷെ ആ വെള്ളം നമ്മൾ നെയ്യില്ല, കുടിക്കണില്ല. കുടിക്കാൻ ആ വെള്ളം എടുക്കാനും അതിന്റെ ബോട്ടിലിന്റെ ടോപ്പ് തുറക്കാനും വായിലേക്ക് ഒഴിക്കാനുള്ള കെൽപ്പ് നമ്മളെ കൈക്കില്ലേ? ഉണ്ട്. വെള്ളയിലില്ലേ? ഉണ്ട്. അതെന്തേ കുടിക്കാൻ പറ്റാത്ത വെള്ളാണോ? വല്ല വിഷമോ മറ്റാണോ? അല്ല, നല്ല വെള്ളാണ്. പക്ഷേ ഇപ്പോ എനിക്കത് പറ്റൂല, ഹെറാമാണ്. അതെനിക്ക് മഗ്രിബ് വാങ്ങി വിളിക്കണ വരെ ഹെറാമാണ്, പറ്റൂല. ഈ ഒരു ബോധം നമ്മുടെ ഇത്രയും അടുത്തും അത് ചെയ്യാൻ സൗകര്യമുണ്ടായിട്ട് നമ്മൾ ചെയ്യാതെ പിടിച്ചു നിൽക്കുന്നില്ലേ? അതുകൊണ്ട് തഖ്വ വർദ്ധിക്കും. അതാണ് ലഅല്ലക്കും തത്തഖൂൻ. ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ശരിക്കൊരു മാസം പ്രാക്ടിക്കലാക്കിയൊരു മനുഷ്യന് അയാൾ അത് കഴിഞ്ഞാണ്ട് ഇറങ്ങുമ്പോൾ നല്ല മുത്തഖിയാവൂലേ? നല്ല മുത്തഖിയാവൂലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ആകണം. അതിനൊക്കെ തന്നെയാണ് ഈ സിസ്റ്റം വെച്ചത്. ശരി, ഇനി ഒരു മനുഷ്യന് നന്നാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾക്ക് നല്ല അവസരമാണ് റമദാൻ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ റമദാൻ മാസം ആയിക്കഴിഞ്ഞാൽ ഇദാ ജാഅ റമദാൻ ഫുത്തിഹത് അബ്വാബുൽ ജന്ന വഗുല്ലിഖത് അബ്വാബുൻ നാർ വസുഫിദതിശ് ശയാത്തീൻ. റമദാൻ മാസമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. സ്വർഗത്തിന് 8 വാതിലുകളും നരകത്തിന് 7 വാതിലുകളുമാണ്. സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും, നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടും, പിശാചുക്കൾ ബന്ധനത്തിലാക്കപ്പെടുന്നതാണ്. എന്താ അതിന്റെ ഉദ്ദേശം? എന്താ ഇതിന്റെ അർത്ഥം? റമദാൻ മാസം നാട്ടിലോ തെറ്റു നടക്കല്ലേ? എന്തെല്ലാം വിധിനും പ്രസവം നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ബദർ യുദ്ധം ഉണ്ടായത് റമദാൻ മാസത്തിലല്ലേ? അപ്പുറത്തെ കക്ഷി ഏതാ? തിന്മയുടെ കക്ഷിയല്ലേ? അവർ റമദാൻ തന്നെയല്ലേ? അപ്പൊ റമദാനിൽ ഉണ്ടാവാറുണ്ട്. ഇവിടെ എന്താ വെച്ചാൽ നന്നാകണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യൻ നല്ല ചാൻസാണ്. നമ്മൾ ചിലപ്പോൾ ഉണ്ടല്ലോ ചില തെറ്റുകളൊക്കെ തെറ്റാന്നറിയാം, എന്നാലും അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെറ്റാണെന്നൊക്കെ അറിയാം, എന്നാലും അതിങ്ങനെ ചെയ്യുകയും ആവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു തീരുമാനം, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തീരുമാനം എടുത്തൂടെ? നമുക്ക് ഈ റമദാൻ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തും. അതിന് റമദാൻ വരെ കാത്തിക്കണം കേട്ടോ. റമദാൻ വരെ ഉണ്ടാവും എന്നുള്ളതിന് ഉറപ്പില്ല. കഴിഞ്ഞ ദിവസം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല മനുഷ്യന്മാർ ഇക്കൊല്ലം ഈ സമയമായപ്പോൾ ഇല്ല.
അതുകൊണ്ട് ഏതായാലും റമദാൻ ഒരു അടയാളമായിട്ട് വെച്ച് ഈ റമദാൻ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ എനിക്ക് കുറെ കിട്ടിയിട്ടുണ്ട്, നല്ലത് എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നൊരു ബോധം നമുക്കുണ്ടാവുമല്ലോ. അതിനെ പറ്റിയ രൂപത്തിൽ റമദാൻ ഒരു അടയാളമാക്കാം. നല്ല നന്മകൾക്ക് ഉള്ള ഒരു സീസണായി, നന്മയുടെ ഒരു പൂക്കാലമായി, പുണ്യങ്ങളുടെ പൂക്കാലമായി കാണുകയും നന്നാകാൻ പറ്റിയ നല്ല അവസരമായിട്ട് എടുക്കുകയും ചെയ്യാം റമദാനിനെ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിന്റെ താല്പര്യം എന്താണെന്നറിയോ? റമദാൻ മാസമായി കഴിഞ്ഞാൽ ഒരു വിളിയാളം ഉണ്ടാകും. ഇത് ഇങ്ങനെ റമദാൻ മാസമായ നമ്മൾ കേൾക്കൂല, പക്ഷെ ഉണ്ടാവുന്ന ഒരു വിളിയാളമാണ്. എന്താണ്? യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശർരി അഖ്സിർ. നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യ മുന്നോട്ട് വന്നോളൂ, തിന്മ ആഗ്രഹിക്കുന്ന മനുഷ്യ മതിയാക്കിക്കോ, കുറച്ചള എന്നാണ്. നമ്മൾ കേൾക്കില്ല, പക്ഷെ ഈ ഒരു സീസൺ അതാണ് എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് പറഞ്ഞത്. അപ്പൊ നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യന് കൂടുതൽ മുന്നോട്ട് വരാനും തിന്മ ആഗ്രഹിക്കുന്ന മനുഷ്യന് അത് മതിയാക്കാനും അതിന് മോചിതനാകാനൊക്കെ പറ്റിയ നല്ലൊരു ചാൻസ് ആണ് റമദാൻ. അങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഞാൻ പറഞ്ഞല്ലോ, റമദാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മളിങ്ങനെ കുറച്ച് ദിവസം കൂടി ഇറങ്ങി നിൽക്കുകയാണ്. പക്ഷെ അതിങ്ങനെ ഒരാഴ്ചയും കൂടിയാണ് കഴിഞ്ഞ് നമ്മളേക്കാണ് കയറുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 4-5 കഴിഞ്ഞു, 10 കഴിഞ്ഞു, ഒന്നാമത്തെ 10 കഴിഞ്ഞാൽ പിന്നെ 3-1 കഴിഞ്ഞു, പിന്നെ 5 കൂടി കഴിഞ്ഞാൽ പകുതിയായി. അങ്ങനെ 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 തീരുത്. ചിലപ്പോ ഈ വരുന്ന റമദാനാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ റമദാനെങ്കിലോ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഓരോ റമദാൻ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ആ നിലക്ക് നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഈ റമദാൻ ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ അവസാനത്തേതാണെങ്കിലോ. കുറേ മനുഷ്യന്മാർക്ക് കഴിഞ്ഞ റമദാൻ അവസാനത്തെ റമദാനായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, കഴിഞ്ഞ റമദാൻ മുതൽ ഇങ്ങനെ എടുത്തിട്ട് ഇന്ന് വരെ, ഈ ദിവസം വരെ എടുത്തു നോക്കി, എത്ര മയ്യത്ത് നിസ്കാരത്തിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടാവും? ചിലത് നമുക്ക് മയ്യത്ത് നിസ്കാരത്തിൽ പോകാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, മരിച്ച വിവരം അറിഞ്ഞിട്ടുണ്ടാവും. എത്ര എണ്ണം ഉണ്ടാവും? കുറേ ഇല്ലേ? അവർക്കൊക്കെ കഴിഞ്ഞ റമദാൻ അവസാനത്തെ റമദാൻ ആയിരുന്നില്ലേ? ആലോചിക്കുമ്പോൾ അപ്പൊ നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റമദാൻ ഒരുപക്ഷെ കഴിഞ്ഞതാണോ ഇനി വരാനുള്ളതാണോ ഏതെങ്കിലും നമുക്കറിയില്ല. അതുകൊണ്ട് ഈ ചാൻസ് നമ്മൾ ഉപയോഗപ്പെടുത്താം. നമ്മൾ ഒരിക്കലും തന്നെ ഒരു നഷ്ടത്തിൽ, ഇതിൻ്റെ പേരിൽ നഷ്ടത്തിലാകുന്ന അവസ്ഥ നമുക്കുണ്ടാകരുത്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിന് ഒരു വാതിലുണ്ട്. ഇന്നലിൽ ജന്നതി ബാബൻ യുഖാലു ലഹു റയ്യാൻ. സ്വർഗത്തിന് അർ-റയ്യാൻ എന്നൊരു വാതിലുണ്ട്. സ്വർഗത്തിന് പറഞ്ഞല്ലോ 8 വാതിലാണ്. അതിൽ ഒന്നിന്റെ പേര് അർ-റയ്യാൻ. ശരിക്കും റയ്യാൻ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം ദാഹം ശമിപ്പിക്കുന്നത് എന്നാണ്. ദാഹം മാറ്റുന്നത് എന്നാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആ വാതിലൂടെ സ്വർഗത്തിലേക്ക് കയറുമ്പോൾ അവിടുന്ന് ഒരു വെള്ളം കുടിക്കുന്നതാണ്. ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ദാഹം ഉണ്ടാവില്ല. അതിന്റെ ഒരു മർമ്മം നമ്മൾ ആലോചിച്ച് നോക്കി. അവിടുന്ന് പറയുന്നത് ഇന്നലിൽ ജന്നത്തി ബാബൻ യുഖാലു ലഹു റയ്യാൻ. റയ്യാൻ എന്ന പേരുള്ള ഒരു വാതിലുണ്ട് സ്വർഗത്തിന്. എന്നിട്ട് യുഖാലു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ വിളിച്ചു ചോദിക്കപ്പെടും, ഐന സ്വാഇമൂൻ, നോമ്പുകാരെവിടെ? അങ്ങനെ നോമ്പുകാരിൽ അവസാനത്താളും അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫഇദാ ദഖല ആഖിറുഹും ഉഗ്ലിഖ ദാലികൽ ബാബ്. അവസാനത്താളും പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വാതില് അടക്കും. അവർക്കല്ലാതെ അതിലൂടെ പ്രവേശിക്കാൻ കഴിയൂല, നോമ്പുകാർക്കല്ലാതെ. അപ്പോ നോമ്പൊലിക്കാത്തൊരു സ്വർഗത്ത് പ്രവേശിക്കുവോ? നോമ്പില്ലാത്ത, ബാധകല്ലാത്ത, നോൽക്കേണ്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. ഓൽക്ക് നോമ്പില്ലാത്തോണ്ട് അവർ നോമ്പൊലിക്കണ്ട, എന്നാലും ഓൽക്ക് സ്വർഗം ഉണ്ടാവും. പക്ഷെ ഓർക്ക് ഇതിലെ കയറാൻ കഴിയില്ല, ഓല് വേറെ ഡോറിലൂടെ കയറും. ഇത് ആർക്ക് മാത്രമുള്ളതാണ്? നോമ്പുകാർക്ക് മാത്രമുള്ള സ്പെഷ്യൽ ഡോറാണ്. ഈ ലോകത്ത് ജീവിച്ചപ്പോൾ ദാഹം സഹിച്ച്, വിശപ്പ് സഹിച്ച് നോമ്പ് നോറ്റ ആ ആളുകൾക്ക് ഇനി ഒരു ദാഹമില്ല. ഈ ഡോറിലൂടെ കയറി കഴിഞ്ഞാൽ ഇനി ദാഹിക്കാത്തൊരവസ്ഥ. അല്ലാത്തവർക്ക് ദാഹമില്ല, പക്ഷെ ഇതോടെ ദാഹം തീരുന്നൊരവസ്ഥ ആലോചിച്ച് നോക്കി. ആ രീതിയിൽ ഒരു സമ്മാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതവർക്ക് നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്.
അപ്പൊ ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇനി നോമ്പ് കൊണ്ട് നമുക്ക് ലഭിക്കേണ്ട മറ്റൊരു പ്രധാനമായ സംഗതിയാണ് നമ്മുടെ പാപങ്ങൾ പുറത്ത് കിട്ടുക എന്നുള്ളത്. അല്ലാഹു തആല നോക്കി, അല്ലാഹു തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ തന്ന അവസരങ്ങളെ കുറിച്ച് നമ്മളത് പഠിച്ചു നോക്കിയിട്ടുണ്ടോ? അത്ഭുതമാണ്. നമ്മുടെ പാപങ്ങൾ, സത്യത്തിൽ നമ്മളൊരാൾ മരിക്കുമ്പോൾ പാപങ്ങളൊന്നും അവശേഷിക്കാത്ത, ഇനി ഒന്നും കൂടെ അപ്പുറത്തേക്ക് പറഞ്ഞാൽ, ഒരു മയ്യത്ത് നിസ്കാരം നടന്നു, നമ്മൾ മരിച്ചു, നമ്മുടെ മയ്യത്ത് നിസ്കാരം നടന്നു. ആ മയ്യത്ത് നിസ്കാരം കഴിയുന്നതോടുകൂടി സത്യത്തിൽ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട അവസ്ഥക്ക് നല്ല സാധ്യത ഉണ്ട്. അതിന് മാത്രം ചാൻസ് അല്ലാഹ് തന്നിട്ടുണ്ട്. നമ്മളൊന്ന് മനസ്സറിഞ്ഞ് ഉപയോഗപ്പെടുത്തിയാൽ, അത് ആലോചിച്ച് അല്ലാഹുവിന്റെ ഇഷ്ടം അങ്ങനെ കൂടും, നമുക്ക് അല്ലാഹുവിനുള്ള സ്നേഹം അങ്ങോട്ട് വർദ്ധിക്കും. അതിന് മാത്രം അവസരം അല്ലാഹു തന്നത്. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കി, ഇപ്പോ നമ്മൾ പള്ളിക്ക് വന്നു, പള്ളിക്ക് നമ്മുടെ ഈ വരവുണ്ട്, ആണാകട്ടെ പെണ്ണാകട്ടെ, പള്ളിക്ക് നമ്മൾ ഇങ്ങനെ വരുന്ന വരവുണ്ടല്ലോ, നിസ്കരിക്കാൻ വരുന്ന വരവ്, ആ വരുന്ന ഒരു സ്റ്റെപ്പ് ഇങ്ങനെ, അതായത് മുന്നോട്ട് വരുന്ന ഒരു തലത്തിൽ അയാളുടെ ദറജ വർദ്ധിക്കും, മറ്റൊരു സ്റ്റെപ്പിലോ അയാളുടെ പാപം പൊറുക്കപ്പെടും. ഇനി നിസ്കരിച്ചാലോ, നിസ്കാരത്തിൽ എത്രയാണ് അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ചോദിക്കുന്നത് അല്ലേ? ദുആഉൽ ഇഫ്തിതാഹിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ? അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബാഅത്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അല്ലാഹുവേ, കിഴക്കും പടിഞ്ഞാറും ഈ രണ്ട് പ്രതിഭാസങ്ങളുണ്ടല്ലോ, ഈ രണ്ട് പ്രതിഭാസങ്ങൾക്കിടയിൽ നീ അകലമുണ്ടാക്കിയതുപോലെ എനിക്കും എൻ്റെ പാപങ്ങൾക്കുമിടയിൽ നീ അകലമുണ്ടാക്കണേന്ന. എത്രയാണ് അകലം? കിഴക്കും പടിഞ്ഞാറും ചക്രവാളങ്ങൾ, അതൊരു പ്രതിഭാസമാണ്, നമുക്ക് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഇതുപോലെ എനിക്കും എൻ്റെ പാപങ്ങൾക്കുമിടയിൽ അല്ലാഹ് നീ അകലമുണ്ടാക്കണേ എന്നാണ് നമ്മൾ ചോദിക്കണത്, പറയണത് അല്ലേ? അങ്ങനെ ശേഷവും വേറെയും കുറെ പാപങ്ങളിൽ നിന്ന് കഴുകി കളയാനോ ശുദ്ധിയാക്കാനൊക്കെ പ്രാർത്ഥിക്കണം. അങ്ങനെ പോയി ഫാത്തിഹ ഓതി, സൂറത്ത് ഓതി, റുകൂയിൽ പോയി സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി അല്ലേ? ഇതേ സംഗതി സുജൂദിൽ നമ്മൾ പറയുന്നുണ്ട്, ഇടയിലിരുത്തത്തിലും മഗ്ഫിറത്ത് ചോദിക്കുന്നുണ്ട്. അത്തഹിയാത്തിൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എത്രയോ മഗ്ഫിറത്ത് ചോദിക്കുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ അസ്തഗ്ഫിറുല്ലാഹ്. ഒരു നിസ്കാരം കഴിഞ്ഞ സത്യത്തില് പിന്നെ മനുഷ്യൻ ഒരു സ്ഫുടം ചെയ്തെടുത്ത രൂപത്തിലല്ലേ ഇറങ്ങുക. പക്ഷെ നമ്മളെ നിസ്കാരം ഇങ്ങനെ ആകുണ്ടോ എന്നുള്ള വേറെ ആലോചിക്കേണ്ട വിഷയമാണ്. ഇതല്ലേ ശരിക്കും ആകുക? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാളുടെ വീടിന്റെ മുന്നിലൂടെ നല്ല ഒരു പുഴ നിറഞ്ഞൊഴുകുന്നുണ്ട്, അതിൽ അയാൾ 5 നേരം മുങ്ങിക്കുളിച്ചാൽ ഹൽ യബ്ഖാ മിൻ ദറനിഹി ഷൈ, ആ മനുഷ്യന്റെ ശരീരത്തിൽ വല്ല മാലിന്യവും അവശേഷിക്കുമോ? സ്വഹാബത്ത് പറഞ്ഞു ഇല്ല റസൂലേ. അപ്പൊ അവിടുന്ന് പറഞ്ഞു, ഇതുപോലെയാണ് 5 വക്ത് നിസ്കരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിലും മനസ്സിലും മാലിന്യങ്ങൾ അവശേഷിക്കില്ല എന്ന്. ഇതാണ് കാരണം, മഗ്ഫിറത്ത് കിട്ടും. ഇനി ഇതിപ്പോ നിസ്കാരത്തിന്റെ കഥയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകുന്നു, ആ സമയത്ത് അള്ളാഹുവിന്റെ തീരുമാനമാണെന്ന് മനസ്സിലാക്കി ക്ഷമിക്കുന്നു. രോഗമാണോ, ആ രോഗം മാറാൻ ചികിത്സിക്കണം, അതിൽ സംശയമില്ല. അത് മാറാൻ പ്രാർത്ഥിക്കണം, സംശയമൊന്നുമില്ല. പക്ഷേ അത് മാറുന്നില്ല, ആ രോഗമായിട്ട് അവിടെ കിടക്കുകയാണ്. ചില അലർജി രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ ചില ആൾക്കാർക്ക്, ചില സ്ത്രീകൾക്ക്, ആണുങ്ങൾക്കൊക്കെ ഉണ്ടാവാറുണ്ട്. എന്താണ്? രാവിലെ ബെഡിൽ നിന്ന് ഇങ്ങോട്ട് എണീറ്റ് പോരാൻ കഴിയില്ല, അവിടെ ഇരുന്ന് 4 റക്അത്ത് തുമ്മിയിട്ടേ ചിലർ എണീക്കുള്ളൂ. അല്ലെങ്കിൽ ചിലർ കൊരക്കല ചുമന്നായിരിക്കും, ചിലർക്ക് ചൊറിയിക്കാരാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയണം, അതിന് മരുന്ന് കുടിച്ചാൽ അത് കൊരായി മാറി, അതിന് മരുന്ന് കുടിച്ചാൽ അത് തുമ്മലായി മാറി, ഇങ്ങനെയൊക്കെ പാടായി കണ്ണിന് ചൊറിച്ചിലായി മാറി, ഇങ്ങനെ പല കോലത്തിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള നമ്മൾ ഡോക്ടറെ കാണിക്കുന്നു, ചിലത് മാറിക്കോളുന്നില്ല. അപ്പൊ നമ്മളിങ്ങനെ മനസ്സിൽ എന്താ പഠിച്ചോനെ, ഞാനൊരു ദീനിയായിട്ട് ജീവിക്കണ മനുഷ്യനല്ലേ, എന്നോട് നിന്റെ തൗഹീദുള്ള നിന്റെ റസൂല് പഠിപ്പിച്ച പോലെ ജീവിക്കുന്ന അങ്ങനത്തെ ഒരു മനുഷ്യനല്ലേ ഞാൻ, എന്നെന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? നെഗറ്റീവായി ചിന്തിക്കരുത്. നമ്മുടെ തിന്മകൾ പൊറുക്കാൻ ഒരു പക്ഷേ അല്ലാഹു തആല തന്ന ചാൻസ് ആകാം അത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാ യുസീബുൽ മുസ്ലിമ മിൻ വസബിൻ വലാ നസബിൻ വലാ ഹമ്മിൻ വലാ ഗമ്മിൻ ഹത്ത ശൗകതി യുശാകുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാ. ഒരു മുസ്ലിമായ മനുഷ്യന് ഒരു രോഗമോ ക്ഷീണമോ മാനസികമായ പ്രയാസമോ ദുഃഖമോ കാലിലൊരു മുള്ള് തറക്കുന്നത് പോലും സംഭവിക്കുന്നില്ല. ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു. അതുകൊണ്ട് അല്ലാഹു തആല അവന്റെ പാപങ്ങൾ പുറത്തു കൊടുത്തിട്ടല്ലാതെ. മനസ്സിലായല്ലോ? അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? ആ രീതിയിൽ പാപങ്ങൾ പൊറുക്കാൻ വലിയൊരു അവസരമാണ് ഇത് എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ എടുക്കുക. അപ്പൊ നമ്മൾ ക്ഷമിച്ചാൽ അതുകൊണ്ട് അല്ലാഹു തആല പാപങ്ങൾ പൊറുക്കും. ഇങ്ങനെ തുടങ്ങിയിട്ട് നോമ്പ് കൊണ്ട് പൊറുക്കും, ഹജ്ജ് കൊണ്ട് പൊറുക്കും, ഉംറ കൊണ്ട് പൊറുക്കും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി നടത്തുന്ന മയ്യത്ത് നിസ്കാരം അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫിഹി വഅഫു അൻഹു എന്നൊക്കെ പറഞ്ഞ പ്രാർത്ഥന. ഒരു മുഅ്മിനായ മനുഷ്യൻ മരിച്ചിട്ട് മുവഹിദീങ്ങളായ ശിർക്ക് ചെയ്യാത്ത 40 ആളുകൾ അയാൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചാലേ അവർക്ക് വേണ്ടി നടത്തുന്ന ശഫാഅത്ത് അല്ലാഹു സ്വീകരിക്കാതിരിക്കൂല എന്നാണ്. അപ്പം നമ്മൾ ഈ ആൾക്കാരൊക്കെ പരിചയപ്പെടുമല്ലോ. പരിചയപ്പെടുമ്പോൾ ഇങ്ങനെ ഒരു സംഗതി നല്ലതാണ്. നമ്മളൊരു മനുഷ്യനെ എന്താ പരിചയപ്പെടുന്നത്? ഓരോ ബൈക്ക് നമ്മളേക്ക് ഒരു മുവഹിദായ മനുഷ്യനെ നമ്മൾ അടുത്ത് പരിചയപ്പെടുന്നല്ല. എന്താ നമ്മൾ മരിച്ചു നിൽക്കുമ്പോൾ മനുഷ്യൻ വന്ന് മയ്യത്ത് നിസ്കരിച്ചാലേ വഹിദായ മനുഷ്യൻ മയ്യത്ത് നിസ്കരിച്ചാലേ ശഫാഅത്ത് അല്ലാഹു സ്വീകരിക്കും. അപ്പോൾ നല്ലതാണ് നമ്മൾ പരസ്പരം പരിചയപ്പെടുന്നതും. ഇവിടെ പിന്നെ നാട്ടുകാരായിരിക്കും. ഞാൻ പറഞ്ഞ അതല്ല, നമ്മൾ പുറത്തൊക്കെ പോകുമ്പോണ്ടല്ലോ ആ നിലക്കുള്ളൊരു ബന്ധം ആ നിലക്ക് നല്ലതാണ്. ശരി, ഇങ്ങനെ മനുഷ്യൻ മരിച്ചു, എത്ര ചാൻസാണ് മഗ്ഫിറത്തിന്. ഞാൻ ഇതിന്റെ പുറമെ നമ്മൾ മരിച്ചു കുറേ ആയി നമ്മൾ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുവേ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും നീ പൊറുക്കണേ. എവിടെയുള്ള? എൻ്റെ നാട്ടിലുള്ളേന്നാ? നമ്മളെ കേരളത്തിലുള്ളേന്നാ? ഇന്ത്യയിലുള്ളേന്നാ? യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. മുഅ്മിനീങ്ങൾക്ക് എല്ലാവർക്കും, മുഅ്മിനാത്തുകൾക്ക് എല്ലാവർക്കും, മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും, മുസ്ലിമാത്തിന് എല്ലാവർക്കും, അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്, മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും. നമ്മളൊക്കെ പട്ടിയില്ലേ? ആലോചിച്ച് നോക്കി, ഇന്ന് തന്നെ ലോകത്ത് എത്ര പ്രാർത്ഥന നമ്മളടക്കമുള്ള ആൾക്കാർക്ക് നടന്നിട്ടുണ്ടാവും. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനെയൊക്കെ ആയ നമ്മൾ മരിച്ച് ഖബറിലെത്തിയാൽ പിന്നെ അവിടെ തെറ്റിന് വല്ല ചാൻസ്, ബാക്കിയാകാൻ വല്ല ചാൻസ് ഉണ്ടോ? അതിൻ്റെ അർത്ഥം ഇനി കുറെ ചെയ്യാൻ, അങ്ങനെ പുറത്ത് കിട്ടാൻ കുറെ ചാൻസ് ഉണ്ടല്ലോ എന്നല്ല. ചെയ്യാതൊക്കെ വല്ലതും വന്നാൽ നമ്മൾ തന്നെ തൗബ ചെയ്യുക. ഇങ്ങനെയൊക്കെ അള്ളാഹ് പൊറുക്കാൻ ചാൻസ് വന്നിട്ടുണ്ട് എന്നാണ് പഠിക്കുമ്പോൾ അള്ളാനുള്ള ഇഷ്ടം അങ്ങ് വർദ്ധിക്കും. ശരി, അക്കൂട്ടത്തിൽ നോമ്പുണ്ട്. من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. ആര് റമളാനിൽ 2 നിബന്ധനകൾ പാലിച്ചുകൊണ്ട് വിശ്വാസത്തോടെ അതുപോലെ പ്രതിഫലം ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ നോമ്പനുഷ്ഠിക്കുന്നുവോ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും എന്നാണ്. നോമ്പുണ്ട്, നോമ്പ് നോറ്റിട്ടാൽ മതി, തെറ്റ് പൊറുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അസ്സലവാത്തുൽ ഖംസു والجمعة إلى الجمعة ورمضان إلى رمضان مكفرات لما بينهن إذا جتنبت الكبائر. 5 നേരത്തെ നിസ്കാരങ്ങൾ, ഇപ്പം നമ്മൾ നേരത്തെ മഗ്‌രിബ് നിസ്കരിച്ചു, അതിന് മുമ്പ് അസർ നിസ്കരിച്ചു. ഈ 2 നിസ്കാരം ഉഷാറായിട്ടുണ്ടോ എങ്കിൽ അതിൻ്റെ ഇടയിലെ പാപങ്ങൾ ഈ 2 നിസ്കാരം കൊണ്ട് പൊറുക്കപ്പെട്ടു. നാളെ വെള്ളിയാഴ്ചയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ഉഷാറാക്കി, ഈ വെള്ളിയാഴ്ച ഉഷാറാക്കി. വെള്ളിയാഴ്ച ഉഷാറാക്കി പറഞ്ഞാൽ ഉച്ചക്കുള്ള ഭക്ഷണം ഉഷാറാക്കി എന്നല്ല. എൻ്റെ അറ്റം പറഞ്ഞാൽ പോത്തർച്ചി കഴിഞ്ഞാൽ അല്ലേ ഇസ്ലാമിന് പുറത്ത് പറഞ്ഞാൽ അതല്ല ഞാൻ പറഞ്ഞത്. ആ ഉഷാറല്ല, ആ ഉഷാറിന്റെ കഥ അല്ല. ജുമുഅ നമ്മൾ ധന്യമാക്കി. അങ്ങനെ എന്ത് ചെയ്തു? ഈ ആഴ്ച നാളത്തേത് ഉഷാറാണ്, കഴിഞ്ഞ ആഴ്ചത്തെ ഉഷാറാണെങ്കിൽ അതിന്റെ ഇടയിലെ പാപങ്ങൾ അതുകൊണ്ട് പൊറുക്കപ്പെട്ടു. ഇനിയോ 2 റമളാൻ, കഴിഞ്ഞ റമളാൻ ഉഷാറാക്കി, ഈ വരുന്ന റമളാൻ ഉഷാറാക്കി എങ്കിൽ അതിൻ്റെ ഇടയിലെ പാപങ്ങൾ അതുകൊണ്ട് പൊറുക്കപ്പെട്ടു. ഇതൊന്ന് ആലോചിച്ച് നോക്കി. ഇതിൻ്റെ ഇടയിൽ ഒരു സെക്കൻഡ്, ഒരു മൈക്രോ സെക്കൻഡ് ഈ പറഞ്ഞ 3 സംഗതി പറഞ്ഞല്ലോ, അതിൻ്റെ ഇടയിൽ പെടാത്തൊരു നേരമുണ്ടോ? ഇതെവിടെയെങ്കിലും പെടൂലേ? അപ്പൊ നമ്മുടെ തെറ്റ് പൊറുക്കാൻ നല്ലൊരു ചാൻസ് ആണ് ഇത്. പക്ഷെ ഒന്ന് പഠിക്കേണ്ടതുണ്ട് നാം, ഈ റമളാൻ അതുകൊണ്ട് പാപം പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അത് വൻ നഷ്ടമാണ്. ഒരിക്കലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
എന്ത് ചെയ്യുന്നറിയോ? മിമ്പറിൽ ഇങ്ങനെ കയറാൻ നിൽക്കുകയാണ്. മിമ്പറിൽ കയറാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക റസൂലുള്ളാഹി. അപ്പോൾ അവിടുന്ന് 3 വട്ടം ആമീൻ എന്ന് പറഞ്ഞു. സാധാരണ മിമ്പറിൽ കയറുമ്പോൾ ഇങ്ങനെ ആമീൻ എന്ന് പറയാറില്ല, പക്ഷെ അന്ന് ആമീൻ എന്ന് പറഞ്ഞു. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, എന്ത് റസൂൽ നിങ്ങൾ ആമീൻ എന്ന് പറഞ്ഞത്? അപ്പോൾ അവിടുന്ന് പറഞ്ഞ സംഗതിൻ്റെ 3 കാര്യങ്ങൾ എന്താ അറിയോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിരുന്നു. എന്നിട്ട് അള്ളാഹിനോട് എൻ്റെ അടുത്ത് വെച്ചിട്ട് 3 പ്രാർത്ഥന നടത്തി. അത് റസൂലുള്ളാഹി സല്ലല്ലാഹു വഹയുള്ള മുഅ്ജിസത്തുള്ള റസൂലാട്ടോ. 3 പ്രാർത്ഥന നടത്തി. അതിന് ഞാൻ ആമീൻ പറഞ്ഞതാണ് നിങ്ങളാ കേട്ട ആമീൻ. അതിലൊന്നെന്താണ്? ഒന്ന്, ഒരാൾക്ക് വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കൾ ഉണ്ടായിട്ട് ആ മാതാപിതാക്കൾക്ക് വേണ്ട ശുശ്രൂഷകളും സേവനങ്ങളും സഹായങ്ങളും നൽകിയിട്ട് അതുവഴി സ്വർഗത്തിൽ പോകാൻ സാധിക്കാത്ത മനുഷ്യൻ നന്മയിൽ നിന്ന് അകലട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് പറഞ്ഞു. അതാണ് ആലോചിക്കേണ്ടത്. നമ്മൾ വിഷയം നമ്മൾ പറഞ്ഞ വിഷയത്തിൽ വന്നതല്ല, ഞാൻ സൂചിപ്പിക്കുകയാണ്. വാർദ്ധക്യത്തിലെങ്ങാനും ഉമ്മാനും ബാപ്പാനും കിട്ടി, ഉമ്മാനെയോ ബാപ്പാനെയോ രണ്ടാളെയും കിട്ടി. എന്നിട്ട് അതിങ്ങനെ ചിലപ്പോൾ ആ ബാപ്പാക്കും ഉമ്മാക്കുന്നുണ്ടാവും, വേറെ മക്കളുണ്ടാവും. അതായത് നമ്മളാണ് ആ മക്കൾ എഴുതിയോളി, നമുക്ക് ജ്യേഷ്ഠാഞ്ചന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ദിവസം ഞാൻ നോക്കി, ഇജ്ജാണ്ട് പോയിക്കോ. അല്ല, ഓൻ കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് അള്ള പാപം പുറത്തരാൻ ചാൻസ് പിന്നെയും തരികയാണ്. നമുക്ക് സ്വർഗത്ത് പോകാൻ ചാൻസ് പിന്നെയും തരികയാണ് ഓ കൊണ്ടുപോയില്ലെങ്കിൽ. പക്ഷെ ഓൻ ആഗ്രഹമുണ്ട്, എനിക്കും വേണം കൂലിയിട്ടത് കൊണ്ടുപോയിക്കോട്ടെ. നമ്മളാണ്ട് നീക്കണ്ട. മുമ്പോട് ഒരു തമാശ പറഞ്ഞേക്കാലോ, ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഒരു പുഴൻ്റെ അപ്പുറം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ, ഇപ്പുറം വേറെ സ്റ്റേഷൻ്റെ പരിധിയിലാണ്. അവർ ജഡം വന്നു തരാം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നീക്കി കൊടുത്തുകാർ, എന്നാൽ പിന്നെ ഓലേറ്റാൽ മതിയല്ലോ എന്ന മാതിരി നമ്മൾ അങ്ങോട്ട് നീക്കരുത്. ഉമ്മേ ഉപ്പേ വാർദ്ധക്യത്തിൽ നമ്മുടെ അരികിൽ നമ്മുടെ സഹായവും ശുശ്രൂഷയും സേവനവും കിട്ടിയിട്ട് കഴിയേണ്ട ഒരു ഘട്ടത്തിലാണെങ്കിൽ ഓർക്കുക, എൻ്റെ റബ്ബ് എനിക്കൊരു അവസരം തന്നതാണ്. എല്ലാവർക്കും അങ്ങനെ കൊടുക്കാറില്ല. എൻ്റെ റബ്ബ് എനിക്കൊരു അങ്ങനെ അവസരം തന്നതാണ്. അത് ഞാൻ നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം. അതിഞ്ഞെന്ത് ചെയ്യുക, ഞാൻ തന്നെ ഞാൻ എന്നോട് കഴിയുമ്പോൾ ഞാൻ തന്നെ നോക്കുക. ഇനി കുറെ കഴിഞ്ഞ് ആകുമ്പോൾ ഇനി കൊണ്ടേക്കോന്ന് നമ്മൾ പറയണ്ട, ജ്യേഷ്ഠനോടോ അനിയനോടോ. ഒരു താല്പര്യം കൊണ്ടേക്കോട്ടെ. ചിലപ്പോൾ ചില ആൾക്കാർ പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും, കുറെ കാര്യമല്ലേ നമ്മൾ നോക്കണ്, ജോലും മക്കളല്ലേ, ഇനി കുറച്ച് അങ്ങോട്ട് കൊടുത്താളി. അതിനൊന്നും വെറുതെ പെടാൻ നിൽക്കണ്ട, നമ്മളെ ചാൻസാണ്. ശരി, ഒന്നതാണ്. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്ത മനുഷ്യൻ അവൻ നന്മയിൽ നകലട്ടെ എന്നാണ്. നമ്മളിപ്പോൾ സ്വലാത്ത് നഗറിനും സ്വലാത്ത് നേർച്ചപ്പെട്ടിക്കും സ്വലാത്ത് വാർഷികത്തിനും സ്വലാത്തിൻ്റെ പേരിൽ ഈ ജാതി കുറെ വിദേഹത്തിന് നമ്മൾ എതിരാണ്. പക്ഷേ സ്വലാത്തിനെതിരല്ല നമ്മൾ. സ്വലാത്ത് 1 ചൊല്ലിയ കൂലി 10 വലിയ ജാടാക്കണ്ട. റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ ഭയങ്കര ജാടാക്കണ്ടില്ല. നമ്മളെ മനസ്സിലെങ്കിലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനിമം ഉണ്ടാവണം. അല്ലാത്ത പിശുക്കനാന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മനസ്സിലായല്ലോ? ശരി, മൂന്നാമത്തത് എന്താണെന്നറിയോ? മൻ അദ്റക റമളാൻ, ഒരാൾക്ക് റമളാനിൽ ജീവിക്കാൻ അവസരം കിട്ടി, പക്ഷേ ഫലം യുഗ്ഫർ ലഹു, അയാൾക്ക് അയാളുടെ പാപങ്ങൾ അതുകൊണ്ട് പൊറുക്കപ്പെട്ടില്ല. ആ മനുഷ്യൻ, അതായത് റമളാന് 30 29 എത്രയും വെച്ചാൽ ഫുള്ള് ജീവിക്കാൻ അവസരം കിട്ടി, എന്നിട്ട് ആ മനുഷ്യൻ അതുകൊണ്ട് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ നന്മയിൽ നിന്ന് അകലട്ടെ എന്നാണ്. ഇത് നമ്മൾ ആലോചിക്കണം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മുടെ ആയുസ്സിനും വയസ്സിനും അനുസരിച്ച് എത്രയോ റമളാൻ കിട്ടി. ആ ഓരോ റമളാൻ കൊണ്ടും അതുവരെയുള്ള പാപങ്ങൾ നമുക്ക് പൊറുക്കപ്പെട്ടില്ലെങ്കിൽ ഇതിൽ നമ്മൾ പെട്ടു. അതുകൊണ്ട് തീരുമാനിക്കണം, ഞാൻ ഈ റമളാനിൽ ഈ ദാഹവും വിശപ്പും ക്ഷീണമൊക്കെ സഹിച്ചുകൊണ്ട് നോമ്പ് നോൽക്കാൻ തയ്യാറാണ്. എന്തിന്? ഈ റമളാൻ കഴിയുമ്പോഴേക്ക് എൻ്റെ പാപങ്ങളൊന്നും ബാക്കിയുണ്ടാകരുത് എന്നുള്ള ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുകയും ആ നിലക്ക് ഈ റമളാനെ കൈകാര്യം ചെയ്യാൻ, റമളാൻ ഉപയോഗപ്പെടുത്താൻ നാം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി ഞാൻ ദീർഘമായി പറയുന്നില്ല. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുത്തെ ഒരു അള്ളാഹുവിന്റെ ഒരു നിർദ്ദേശപ്രകാരം പറഞ്ഞ അവിടുത്തെ ഹദീസുകൾ അങ്ങനെയാണല്ലോ. അവിടുന്ന് പറഞ്ഞു, ഈ നോമ്പിനും അതുപോലെ ഖുർആനിനും പരലോകത്തൊരു ശഫാഅത്തുണ്ട്. നോമ്പ് പരലോകത്ത് ശഫാഅത്ത് പറയും, ഖുർആൻ പരലോകത്ത് ശഫാഅത്ത് പറയും. അവിടുന്ന് പറഞ്ഞു, അസ്സിയാമു വൽ ഖുർആൻ യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. ഖുർആനും നോമ്പും പരലോകത്ത് ഒരു മനുഷ്യന് വേണ്ടി ശഫാഅത്ത് പറയും.
ഷഫാഅത്ത് പറയും. എന്നിട്ടോ അവിടുന്ന് പറയാണ് ഖുർആൻ നോമ്പ് പറയുന്നത്, അല്ലാഹുവേ മനഅതുഹു ത്വആമ വശഹവാതി ബിന്നഹാർ, അല്ലാഹുവേ പകൽ സമയത്ത് ഈ മനുഷ്യന്റെ അന്നപാനീയങ്ങൾക്കും താല്പര്യങ്ങൾക്കുമൊക്കെ ഞാൻ തടസ്സമായി നിൽക്കുകയായിരുന്നു, അയാൾ എന്നെ അനുഷ്ഠിക്കുകയായിരുന്നു. അതുകൊണ്ട് ഫശഫ്ഇനി ഫീഹി, അയാൾക്ക് വേണ്ടി ഞാൻ നടത്തുന്ന ഈ ശഫാഅത്ത് നീ സ്വീകരിക്കണേ. ഖുർആൻ പറയും, അല്ലാഹുവേ മനഅതുഹു നൗമ ബില്ലൈൽ, രാത്രിയിൽ ഈ മനുഷ്യന്റെ ഉറക്കിന് ഞാൻ തടസ്സമായിരുന്നു. പാതിരാക്കി എണീറ്റിട്ട് ഒരു പക്ഷെ നാട്ടിലെ ഭൂരിഭാഗം ആളുകളും ഉറങ്ങുന്ന നേരത്ത് ഈ മനുഷ്യൻ എണീറ്റിട്ട് എന്നെ പാരായണം ചെയ്യായിരുന്നു. ഫശഫ്ഇനി ഫീഹി, അതുകൊണ്ട് അല്ലാഹുവേ നീ എനിക്ക് അയാൾക്ക് വേണ്ടി ഞാൻ നടത്തുന്ന ശഫാഅത്ത് നീ സ്വീകരിക്കണേ എന്ന് ഖുർആൻ പറയും. എങ്ങനെ ഇപ്പൊ ഖുർആൻ പറയാ, എങ്ങനെ ഇപ്പൊ നോമ്പ് പറയാ, ഒക്കെ പരലോകത്തെ സിസ്റ്റാണ്. ഇവിടെ നമ്മളെ ബുദ്ധി വെച്ചിട്ട് ഈ ചെറിയ ബുദ്ധി വെച്ച് നോക്കിയാൽ അത് കിട്ടൂല. നമ്മുടെ നമ്മുടെ ഖുർആൻ പാരായണത്തിനും അതുപോലെ തന്നെ നോമ്പിനും ഒക്കെ പരലോകത്ത് ശഫാഅത്തിന് ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ നോമ്പ് എനിക്ക് ശഫാഅത്ത് ചെയ്യണം എന്നുള്ള ഒരു ബോധത്തോടെ ആഗ്രഹത്തോടെ ആയിരിക്കണം നമ്മൾ നോമ്പ് നോൽക്കേണ്ടത്. പിന്നെ ഒരു നോമ്പ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ ഒരു നോമ്പ് നോറ്റാൽ 70 വർഷക്കാലത്തെ യാത്രാ ദൂരം നരകത്തുന്ന അയാളാകലുന്നാണ്. അത് വെറുതെ ഇങ്ങനെ ഒന്ന് സങ്കല്പിച്ചു നോക്കിയപ്പോൾ 70 വർഷക്കാലം ഒരു മനുഷ്യൻ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഭാഗത്തേക്ക് യാത്ര ചെയ്യാണ്. അത്ര ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അന്നത്തെ യാത്ര വേഗത എടുത്താൽ മതി. എന്നാൽ തന്നെ എത്ര ദൂരം ഒരു നോമ്പുണ്ട്, ഒറ്റ നോമ്പുണ്ട്. മൻ സോമ യൗമൻ ഫീ സബീലില്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തിൽ ആരെങ്കിലും ഒരു നോമ്പ് നോറ്റാൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ, 70 വർഷക്കാലത്തെ യാത്രാ ദൂരം ആ ഒറ്റ നോമ്പുണ്ട് അള്ളാഹ് നരകത്തിന് അകറ്റും. അപ്പൊ നമ്മൾ ആലോചിക്കും, ഒരു മാസത്തെ നോമ്പുകൊണ്ട് എത്ര ദൂരം നരകത്തിന് അകലും. ഇനി നമ്മുടെ ഒരു ആയുഷ്കാലത്തെ നോമ്പ് കൊണ്ട് എത്ര അകലാൻ പറ്റും, അകലണ്ടേ? അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ നോമ്പ് അല്ലാഹു തആല നമുക്ക് അവസരം തരുന്നുവെങ്കിൽ, തരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക, അങ്ങനെ തരുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഈ നിലക്ക് ഉപയോഗപ്പെടുത്തുക. എനിക്ക് നരകത്തിൽ നിന്ന് അകലാനുള്ള വലിയൊരു ചാൻസാണ് എന്നുള്ളതിലേക്ക്. ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് 8-7 നിസ്കാരമാണ്, ഒരു 8 മണിയോടെ അവസാനിപ്പിക്കാം. നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട, നോമ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതിയുണ്ട്. നോമ്പിന് ഭംഗം വരുന്ന, അതിന് പരിക്കേൽക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങളോ പ്രവൃത്തികളോ നമ്മുടെ ഭാഗത്തുണ്ടാകരുത്. അവിടുന്ന് പറഞ്ഞു, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തുആമഹു വശറാബ. ഒരാള് കള്ള സംസാരങ്ങൾ, ചീത്ത വർത്തമാനങ്ങൾ ഒഴിവാക്കുന്നില്ല, നോമ്പങ്ങനെ നോൽക്കുന്നുണ്ട്, ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കുന്നില്ല, നോമ്പങ്ങനെ നോൽക്കുന്നുണ്ടെങ്കിൽ അല്ലാഹ് ഇവൻ പട്ടിണി കിടക്കേണ്ട ഒരാവശ്യമില്ല. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണേ. നമ്മളൊക്കെ ഇൻഷാ അല്ലാഹ് നോമ്പ് നോൽക്കും, റമളാനിൽ ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും നോമ്പ് നോൽക്കും. പഴയകാലന്മാരില്ല, ഈ പഴയ കാലത്ത് കുറച്ച് മുമ്പൊക്കെ ഉണ്ടായല്ലോ, ഈ നോമ്പ് നോൽക്കാത്ത ആൾക്കാർക്ക് മെല്ലെ സ്വകാര്യമായി ഭക്ഷണം കഴിക്കാൻ പറ്റിയ ചെറിയ വെച്ചട്ടി പെര ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത് വല്ല കാണില്ല. ഇപ്പം ഇനിയിപ്പോൾ അത് ഹോട്ടലിൽ പിന്നെ ഓർഡർ ചെയ്താൽ പോയിട്ട് നേരെ വരുന്നോണ്ടാണോന്ന് അറിയില്ല, ഏത് ഹോട്ടലിൽ നിന്ന് പാർസൽ വരുന്നോണ്ടാണെന്ന് അറിയില്ല. ഏതായാലും ഇപ്പം ആ സംവിധാനമില്ല. കാര്യം ഒരു പരിധി വരെ എന്തായാലും നോമ്പ് നോൽക്കുന്നുണ്ട്, ആൾക്കാർ നോമ്പ് നോൽക്കുന്നുണ്ട്. പഴയമായിരുന്നല്ല, പഴയതില്ല എന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. അതായത് എന്തായാലും അവസ്ഥ മാറിയിട്ടുണ്ട്. പക്ഷെ ഈ മാറിയതിൻ്റെ കൂടെ നമ്മൾ ആലോചിച്ച് നോക്കൂ, അതിന് ആ നിലക്കുള്ള സംസാരങ്ങളും ചീത്ത സംസാരങ്ങളും പ്രവർത്തികളും ഒഴിവാക്കണില്ലെങ്കിൽ അത് പ്രശ്നമാണ്, അത് നോമ്പിന് പരിക്കേൽപ്പിക്കും. ഇന്നിപ്പോ ഈ സംസാരത്തിന് ഇനി പുറത്തു പോണ്ട, നമ്മുടെ ഈ മൊബൈലിലൂടെ കഴിയുന്ന സംഗതിയാണ്, വാട്സപ്പിലൂടെയും പറ്റും, അതും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ ഖുർആൻ ഓതാൻ വേണ്ടി ചിലപ്പോൾ ഇതിലുണ്ടല്ലോ, ഖുർആന്റെ ആപ്പ് ഉണ്ടാവും, ഇതെടുത്ത് ഖുർആൻ ഓതുമ്പോഴേക്ക് ജസ്റ്റ് വാട്സപ്പ് നോക്കിയത് തുറന്നേ, അപ്പം അങ്ങനെ കൂടെ പോയി ഇങ്ങനെ പോയി പിന്നെ അതിങ്ങനെ പോയി ഗ്രൂപ്പ് ഇങ്ങനെ പോയിട്ട് അവിടെ പോയി. അപ്പം എന്താ സംഭവിക്കുന്നത്, ചിലപ്പോഴെങ്കിലൊക്കെ ഈ പറഞ്ഞ ഇതിനെ ഭംഗമേൽക്കുന്ന നിലയ്ക്ക് വല്ല സംസാരവും വല്ല മെസ്സേജ് ഫോർവേഡിംഗ് ഒക്കെ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കാം. ഏതായിരുന്നാലും നോമ്പിന് ഭംഗമേൽപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ, പ്രവർത്തനങ്ങൾ ഉണ്ടാവരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്,
കം മിൻ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ല ളമ വകം മിൻ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ. എത്ര നോമ്പുകാരാന്നറിയോ, അവർക്ക് അവിടെ നോമ്പ് കൊണ്ട് ബാക്കിയാകുന്നത് വെറും പട്ടിണി, ദാഹം, വിശപ്പ്, ക്ഷീണം മാത്രമാണ്. നോമ്പ് കൊണ്ട് കിട്ടണ ഒന്നും കിട്ടുന്നില്ല, പാപം പുറത്ത് കിട്ടുന്നില്ല, സ്വർഗത്തിൽ പ്രവേശിക്കാൻ ചാൻസ് കിട്ടുന്നില്ല, നരകത്ത് നകലുന്നില്ല, തഖ്വ വർദ്ധിക്കുന്നില്ല, റയ്യാന്ന കവാടത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള സംഗതി ഒന്നും കിട്ടുന്നില്ല. ഓർക്കെന്താ ബാക്കി? ആറ്റിക്കുറുക്കി നോക്കിയാൽ കിട്ടുന്ന ബാക്കി കുറെ ദാഹമുണ്ട്, വിശപ്പുണ്ട്, ക്ഷീണമുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇനി വേറെ കുറെ നമസ്കാരക്കാരുണ്ട്, രാത്രി നിസ്കരിക്കും ഉറക്കൊഴിവാക്കി. അവർക്ക് ആ നമസ്കാരം കൊണ്ട് ബാക്കിയാകുന്നത് ഇല്ല സഹർ, ഉറക്കമൊഴിക്കലല്ലാതെ മറ്റൊന്നവർക്ക് ബാക്കിയാകുന്നില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഞാൻ ചുരുക്കി പറയാണ്. ഇനി ഈ റമദാൻ നമ്മൾ മുതലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ, നമ്മൾ ചെറിയൊരു ശ്രദ്ധ വെച്ചാൽ നമുക്ക് മുതലാക്കാൻ പറ്റിയ ചില സംഗതികൾ ഞാൻ വിശദീകരിക്കുന്നില്ല, ജസ്റ്റ് പറഞ്ഞ് മാത്രം പോവാണ്. ഒന്ന്, നമ്മൾ അത്താഴം കടിച്ചുകൊണ്ട് നോമ്പിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. തസഹറു, നിങ്ങൾ അത്താഴം കടിക്കണം. ഫഇന്ന ഫിസ്സഹൂരി ലബറക, ആ അത്താഴത്തിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ സാധാരണഗതിയിൽ ആ നേരത്ത് സുബഹിന് മുമ്പ് ഒരു ഭക്ഷണം കഴിച്ച് ശീലമുള്ളവരല്ല നമ്മൾ, അല്ലേ? ആ നേരത്തെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പൊതുവേ ശീലമുള്ള സംഗതിയല്ല. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ചില ആൾക്കാർക്ക് പിന്നെ നേരൊന്നും വിഷയമല്ല, കഴിച്ചാൽ മതി, അങ്ങനത്തെ ആൾക്കാരുണ്ട്. അതിനെ പറ്റില്ല പറഞ്ഞത്. സാധാരണഗതിയിൽ കഴിക്കൂല. അപ്പം എന്ത് ചെയ്യും? ഒന്നും കഴിക്കാതെ ചില ആൾക്കാർ എന്ത് ചെയ്യും? ഇശാ കഴിഞ്ഞ് തറാവിയൊക്കെ നിസ്കരിച്ചിട്ടുണ്ടാവും. ആ നിസ്കാരം കഴിഞ്ഞാണ് എന്ത് ചെയ്തിട്ടുണ്ടാവും? എന്തോ കഴിച്ചിട്ട് നേരെ നോമ്പിലേക്ക് പിന്നെ സുബഹി നിസ്കരിക്കാൻ പോവുകയും ചെയ്യും. അതുകൊണ്ട് നോമ്പ് ശരിയാത്ത പ്രശ്നമൊന്നുമില്ല, പക്ഷെ വലിയൊരു ബറക്കത്തും ഫضലും നമുക്ക് നഷ്ടപ്പെട്ടു. എന്തെങ്കിലും ഒന്ന് കഴിക്കുക, വലിയ കഴിക്കൽ കഴിക്കണ്ട, എന്തെങ്കിലും ഒന്ന് കഴിക്കുക. ആ ഒരു ബറക്കത്തിന് വേണ്ടി എന്തെങ്കിലും കഴിക്കുക, അത് നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തത്, നോമ്പ് തുറക്കേണ്ട സമയമായി ഉടനെ തുറക്കുക. അവിടുന്ന് പറഞ്ഞു, ജനങ്ങൾ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നിടത്തോളം കാലം അവരെന്തായിരിക്കും? ഖൈറിലായിരിക്കും എന്നാണ്. ധൃതി കാണിക്കാറ് നേരാണ് മുമ്പ് തുറക്കാന്നല്ല. ഇപ്പൊ നമുക്കിപ്പോ ഒന്ന് പിന്നെ 6:36 ഇന്നത്തെ വാങ്ക് എന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ റമദാൻ 1 ആ ഒരു ടൈം ഉണ്ടാവുമല്ലോ. ഞാൻ ഉദാഹരണം പറയാം, 6:36 വിചാരിച്ചോളൂ. എങ്കിൽ ആ ടൈം തുറക്കുക. ഇവിടെ പള്ളിക്കൽ ആംപ്ലിഫയർ കേടുന്ന് നോമ്പ് തുറക്കാതെ കാരയ്ക്ക് പിടിച്ചു നിൽക്കല. ടൈം നോക്കിയാൽ മതി. മൈക്ക് കേടുന്നു, എന്ത് ചെയ്യും? നോമ്പ് മുറിയില്ലേ? നോമ്പ് തുറക്കാൻ കഴിയൂലേ? ടൈമായാൽ തുറക്കാം. പക്ഷേ നമ്മുടെ നാട്ടിൽ വേറെ ചില പള്ളി ഉണ്ടാവും, അവിടെ 36 ആണെങ്കിൽ ഓല് കൊടുക്കുക 39. കാരണം ഓല് ഒരു സൂക്ഷ്മതയാണ്, ഭയങ്കര സൂക്ഷ്മത. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സമയായ തുറക്കലാണ് സൂക്ഷ്മത, അതാണ് പുണ്യം എന്നാണ്. ഓല് പിന്നെ ഒരു 3 മിനിറ്റ് കാത്തുക്കും. എന്താണ്? അഥവാ സൂര്യന്റെ കാര്യമാണല്ലോ, അഥവാ വല്ല ബ്ലോക്കിലും പെട്ടണമെങ്കിലോ. അപ്പൊ ഒരു 3 മിനിറ്റ് കൂടി കഴിഞ്ഞ് എങ്ങനെ 3 മിനിറ്റ് ആയ അസ്തമിച്ചു ബലെങ്ങനെ ഉറപ്പിക്കുക? ഓൽക്കറിയാ 3 മിനിറ്റ് മുമ്പാണ് ഈ സംഭവം നടന്നത്. 3 മിനിറ്റാണല്ലേ വൈകണേ. കാരണം എന്താ? ഓൽക്കറിയാം 3 മിനിറ്റ് മുമ്പ് ഈ സംഭവം നടന്നിക്കണ്. എന്നിട്ട് ഈ ഒരു നാടകത്തിന്റെ വല്ല ആവശ്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. അതുകൊണ്ട് നമ്മള് പിന്നെ ഈ ടൈം നോട്ട് ചെയ്യാം. നമ്മൾ നോട്ട് ചെയ്യാം. ഏതാണോ സമയം, ആ സമയത്ത് നോമ്പ് തുറക്കാൻ ശ്രദ്ധിക്കുക. അത് പുണ്യത്തിന് വലിയ സംഗതിയാണ് എന്നത് നമ്മൾ അറിയുക. അതേപോലെ തന്നെ മറ്റൊരു, ഞാൻ അവസാനിപ്പിക്കുകയാണ്, പ്രധാനപ്പെട്ട സംഗതി, മറ്റൊരാളെ നമ്മൾ നോമ്പ് തുറപ്പിച്ചാൽ അത് വലിയ പുണ്യമാണ്. നമുക്ക് 30 നോമ്പ് കിട്ടി ഒരു കൊല്ലം, ഒരു മാസത്തില്. ആ ഓരോ ദിവസവും നമ്മൾ വേറെ ഒരാളെയും കൂടി നോമ്പ് തുറപ്പിച്ചിരുന്നെങ്കിലോ ഇരട്ടിട്ടില്ലേ? പ്രത്യേകിച്ച് ഇതേമാതിരി നമ്മൾ റോഡ് സൈഡിലെ പള്ളിയൊക്കെ ആണെങ്കിലേ ഇവിടെ നോമ്പുറക്കുള്ള സംവിധാനം ഉണ്ടാവും അല്ലേ? അതിന് കമ്മിറ്റിക്കാരോ മറ്റോ വന്ന് ചോദിക്കണ്ടല്ല, റമദാൻ നോമ്പർപ്പിക്കണേക്ക് വല്ലതും തരി ഇങ്ങോട്ട് ചോദിക്കാൻ നിൽക്കുക. നമ്മളാണ് കൊടുക്കുക. ഇത് റോഡ് സൈഡിലെ പള്ളിയാണ്. അപ്പോൾ ഈ പള്ളി കണ്ട ആൾക്കാർ മഗ്‌രിബിന് നേരത്തെ തുടങ്ങി. നമുക്കറിയാലോ, നമ്മൾ പല വഴിക്കും പോകുമ്പോൾ നമുക്കറിയാലോ, അങ്ങനെ വന്ന് കയറും. എവിടോ കിടക്കണം മനുഷ്യനെ കാരണം. ഇതിലെ മോങ്ങത്തുനിന്ന് ഇങ്ങനെ ഈ റോട്ടിലേക്ക് ഷോർട്ട് അടിച്ച് പോണ റൂട്ടാത്. നമ്മളൊക്കെ ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ കോറ് പോണ റൂട്ട് കൂടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പോകാൻ സാധ്യതയുള്ള റൂട്ടായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഞാനും വന്ന് ചോദിക്കണ്ട, എൻ്റെ വക എത്ര എന്നിട്ട് കൊടുത്താളി. ഇന്ന് എന്താ അറിയോ, ഒരു മനുഷ്യൻ നോമ്പ് ഉറപ്പിച്ചാൽ നമ്മളെ നോമ്പിന്റെ കൂലി നമുക്ക് ഉണ്ടല്ലോ, അതേ നോമ്പിന്റെ കൂലി അയാളതും കൂടി നമുക്ക് കിട്ടും. അയാളത് കുറയില്ല, അയാളുടെ അതേ കൂലി നമുക്ക് കിട്ടും.
നല്ല ബുദ്ധി നേക്കിൽ കൈകാര്യം ചെയ്താൽ ഒരു റമദാനുണ്ട് മൾട്ടിപ്പിളായിട്ട് കൂലി കിട്ടാൻ പറ്റിയ വലിയ സംഗതിയാണ്. ഒന്ന് നേക്കിൽ ചിന്തിക്കണം എന്നുള്ളത്. അല്ല അന്തം വിട്ടേണ്ട അത് അവിടെ ആണെങ്കിൽ കുറച്ചാളൊക്കെ വേറെ ആൾക്കാർ കൊടുത്തോളും, ഒരു പിരിവെടുത്തി കൊടുത്തോളും എന്ന് കരുതി നിൽക്കണ്ട. നമ്മുടെ ചാൻസാണ് പോണത്. അതുകൊണ്ട് നേക്കിൽ കൈകാര്യം ചെയ്യുക. മറ്റൊന്ന്, നമ്മൾ നോമ്പ് തുറന്നുള്ള പ്രാർത്ഥന അത് നല്ലൊരു സ്തുതി ഉണ്ടെങ്കിൽ, അള്ളാഹിനോടുള്ള സന്തോഷം പറച്ചിലുണ്ടെങ്കിൽ, ഒരു ദിക്റുണ്ടെങ്കിൽ ദഹബല്ലമു ദാഹമൊക്കെ പോയി. ഇതെപ്പോഴാണ് പറഞ്ഞത്? കാരക്കെന്നാണ് പറഞ്ഞ അർത്ഥാനല്ല കേട്ടോ. കാരക്കെന്നാണ് പറഞ്ഞത് ദാഹ പോയത്. ഒന്ന് റിലാക്സ്ഡ് ആയ ശേഷം പറഞ്ഞ വർത്താനാണ്. വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് വിശപ്പും ദാഹമൊക്കെ ഒന്ന് മാറി ഒന്ന് ഫ്രീ ആയിട്ട് ആശ്വാസം വരുമ്പോൾ മറന്നു വരുത്. ഒക്കെ ഇവിടെ റാഹത്താകുമ്പോണ്ടല്ലോ മറന്നു ഉണ്ടായത് ഒക്കെ ഒന്ന് ആശ്വാസമായിട്ട് ദാഹവും ക്ഷീണമൊക്കെ പോയി. വബത്തല്ലത്തിൽ ഉറൂക്കും നാടീ നരമ്പുകളൊക്കെ ഒന്ന് നനഞ്ഞു എന്നൊരു ആശ്വാസമായി. പിന്നെ വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്, പ്രതിഫലം അവിടെ ആയി. ഇതാണ് ഇൻഷാ അല്ലാഹ് അവിടെ കൂലി അവിടെ സ്ഥിരപ്പെട്ടുണ്ടാവുമല്ലോ, ഉണ്ടാകണേ എന്നുള്ള പ്രാർത്ഥന ഉണ്ടെങ്കിൽ. അപ്പോൾ ആ രീതിയിൽ നമ്മളൊന്ന് നല്ല രൂപത്തിൽ അത് കൈകാര്യം ചെയ്താൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഖുർആൻ പാരായണം, അത് റമദാൻ അല്ലാത്തപ്പോഴുള്ളതാണ്. റമദാനിൽ പ്രത്യേക പോരിശുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റമദാനിൽ പ്രത്യേകം വന്ന് പരിശോധിക്കാറുണ്ടായിരുന്നു റമദാനിൽ. അപ്പോൾ ഖുർആൻ പരമാവധി നമ്മൾ ഓതുക, എത്ര കഴിയോ അത്ര ഓതുക. ഞാൻ അത്ര ഖത്തം തീർത്തു എന്ന് പറഞ്ഞ് വല്യർത്താനം പറയാനാരുത്, അതിനൊരു കൂലിയും കിട്ടൂല. അല്ല ആത്മാർത്ഥമായിട്ടാണെങ്കിലോ ഒരു ഹെറഫിന് 10 കൂലിയാണ്. ഒരു പേജ് ഓതി എത്ര കൂലി? എണ്ണി തല മിന്നണ്ട അവിടെ ഉണ്ടാവും, അതിന് മാത്രം കൂലി. ഒരു ഖത്തമട് തീർത്താലോ എത്രയാണ്? അതുകൊണ്ട് നമ്മുടെ ഒഴിവും സന്ദർഭമൊക്കെ അനുസരിച്ചിട്ട് നമുക്കതിന് ഉപയോഗപ്പെടുത്താം. ചിലപ്പോൾ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡ്രൈവ് ചെയ്ത് പോകണമല്ലോ കേട്ടോ. അല്ലാത്തവരാണെങ്കിൽ ഡ്രൈവിങ്ങിൻ്റെ അടി വലിയ ആളായിക്കണ്ട് ഖുർആൻ ഓതാൻ നിൽക്കണ്ട. പിന്നെ അല്ലാത്ത ആൾക്കാരാണെങ്കിൽ ആ സമയത്ത് ഉപയോഗപ്പെടുത്തുക. ഒരു കടയിൽ നമ്മൾ മൊബൈലിൽ ആപ്പ് ഉണ്ടല്ലോ, ഉപയോഗപ്പെടുത്താമല്ലോ. അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഞാൻ ഖുർആൻ കൊണ്ടുവച്ച് നമുക്ക് ഓതാം. നമുക്ക് ഹിഫ്ളുള്ളത് ഓതാം. ഓതി തന്നെ പിന്നെ ഓതാം, അതിനൊക്കെ കൂലിയുണ്ട്. ഓതി തന്നെ പിന്നെ അല്ല ഖുർആൻ ഇപ്പോൾ ഖത്തം തീർക്കാൻ ഓതി തന്നെ ഓതാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. അതുപോലെ സ്വതക്കകൾ പരമാവധി ചെയ്യുക. റമദാൻ അത് എന്നുള്ളതാണ്. റമദാനിൽ പ്രത്യേകം കൂലി ഉണ്ടായിന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ നന്നായി സ്വതക്കയും കരീഹിൽ മുർസല, വീശുന്ന കാറ്റ് പോലെ എന്നാണ്. എന്നാൽ കാറ്റ് വീശുമ്പോൾ ഒരു ഏരിയയിൽ ഒന്നായിട്ടാണ് വീശലാണല്ലോ. എന്നാൽ മാതിരി പരക്ക കൊടുക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ശ്രദ്ധിക്കുക, കഴിയണമാതിരി കൊടുക്കുക. കഴിഞ്ഞ റമദാനിൽ കൊടുത്തിട്ടുണ്ടാവും, ഇക്കൊല്ലം ചാൻസ് അല്ല തന്നു. കഴിഞ്ഞ കൊല്ലം കൊടുത്ത എല്ലാ മനുഷ്യന്മാരും ഇക്കൊല്ലം ജീവിച്ചിരിപ്പില്ല, നിനക്കല്ല ജീവൻ നിട്ടുന്നല്ലോ, അതിനൊരു നന്ദിയെങ്കിലും കൊടുക്കുക നമ്മളെ. അങ്ങനെ സ്വതക്ക, ഖുർആൻ പാരായണം, പിന്നെ രാത്രി നിസ്കാരം എന്ന് പറയുമ്പോഴും അതും നേരത്തെ ഉള്ള നിസ്കാരം. ഈ സ്വതക്കയും ഖുർആനൊക്കെ പറഞ്ഞമാതിരി ഓൾറെഡി ഉള്ളത് തന്നെയാണ്. പക്ഷെ റമദാനിൽ അതിന് പ്രത്യേക പുണ്യമുണ്ട്. അതിന് റക്അത്തിന്റെ എണ്ണൊക്കെ നമുക്ക് അറിയാം, 11-ലേറെ റസൂലുള്ളാഹി വർദ്ധിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് വർദ്ധിപ്പിച്ചിട്ടില്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക? അതൊരു മനസ്സ് കൊടുത്തുകൊണ്ട് ചെയ്യുക. തറാവീഹ് നിസ്കാരമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യും? അതെങ്ങനെയാണ് വരാഞ്ഞാലിപ്പം ഇശാക്ക് കണ്ടില്ലെങ്കിൽ സുബൈക്ക് കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല, തറാവീഹ് കണ്ടില്ല ആൾക്കാർ ചോദിക്കും എന്താണ് തറാവീഹ് കാണാത്തത്? ആ ചോദ്യം പേടിച്ചാണ് വന്നാൽ ഒരു കാര്യമില്ല കേട്ടോ. വെറുതായി കിട്ടേ, വെറുതാണ് പോയി കിട്ടും. അതുകൊണ്ട് മനസ്സ് കൊടുത്തിട്ട് നമ്മൾ നിസ്കരിക്കുക. അപ്പൊ നിസ്കരിക്കാൻ വരണമെങ്കിൽ അതിന്റെ മൂഡ് കിട്ടണമെങ്കിൽ നോമ്പറക്കൽ ആ രൂപത്തിലാകണം. നോമ്പറക്കൽ ആ രൂപത്തിൽ നന്നായിട്ട് അടിച്ചു കയറ്റി എന്തൊരു പ്രതികാരം തീർക്കണമാതിരി തിന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നിസ്കാരത്തിന് ബാധിക്കും. അതിന് കണ്ട് അവനാന്റെ തടിയും ബോഡിയൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യുക? അതിനനുസരിച്ച് നോമ്പ് തുറക്കുക, ഭക്ഷണം കാര്യങ്ങളൊക്കെ ആ നിലക്ക് ക്രമീകരിക്കുക. എന്നാൽ നല്ല റാഹത്ത് നിസ്കരിക്കാൻ കഴിയും. മറ്റിങ്ങനെ എരം മുണങ്ങിയ മാതിരിങ്ങനെ അങ്ങോട്ടും പയ്യ ഈ പാമ്പുണ്ടല്ലോ, വലിയ കിട്ടുമ്പോൾ വലിയ ഊക്കലാണ് വിഴുങ്ങിയിടും. പിന്നെ സാധുവിന് പോകാൻ വയ്യ, കോഴിക്കോട്ടിനെ പിടിച്ചാണ്ട് പോകാൻ വയ്യ. അതിനാണ് ഈ കുടുങ്ങല്. വന്ന ഒരു പട്ടികന്റെ ഗ്യാപ്പ് കൂടിയൊക്കെ സാധു കയറിക്കൂടി. പിന്നെ പട്ടികനെക്കാളും വണ്ണുള്ള കോഴിക്കോട്ടിനെ വിഴുങ്ങി. ഇതായി കൂടെ പോവോ? കുടുങ്ങിയുടെ കിടന്ന മാതിരി കുടുങ്ങി കിടക്കുകയാണ്. അതുണ്ടായി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നിസ്കാരമൊക്കെ വരാണ്ട് എന്നുള്ള ബോധത്തോടെ നമ്മൾ എന്ത് ചെയ്യുക? അത് കൈകാര്യം ചെയ്യുക. എല്ലാറ്റിനും പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ റമദാൻ നല്ല രൂപത്തിൽ മുതലാക്കാനുള്ള ഒരു തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യുക. കുറേ ആളുകൾ കഴിഞ്ഞ റമദാന്റെ ശേഷം
ഈ റമദാൻ്റെ ഇടയിലായിട്ട് മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ആരുടെയെങ്കിലുമൊക്കെ കുടുംബത്തിൽ നിന്ന് ബന്ധത്തിൽ നിന്നൊക്കെ പരിചയത്തിൽ നിന്നൊക്കെ മരിച്ചു പോയവരുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബസമേതം നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന കുറേ വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളും അസുഖങ്ങളൊക്കെ ഉള്ളവരുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകൾ കുറ്റങ്ങൾ അല്ലാഹു നമുക്കെല്ലാം പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓർക്കുക, ഏത് സമയത്തും അല്ലാഹു തിരിച്ചു വിളിച്ചാൽ പോകണം എന്ന ഓർമ്മ നമുക്കുണ്ടാകണം. നമ്മൾ ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്നല്ല തിരിച്ചു വിളിക്കുന്നോ അന്ന് പോകേണ്ടവരാണ്. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഐക്യരപ്പടിയിലെ നമ്മളവിടുത്തെ KNMൻ്റെ ഒരു സെക്രട്ടറി ഒരു നാസറൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. പെട്ടെന്നായിരുന്നു മരണം. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറ നൽകുമാറാവട്ടെ. നമ്മുടെ കോളേജിൽ പുളിക്കൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാവ് വണ്ടൂരടുത്ത് അതേ ദിവസം മരണപ്പെട്ടു. അദ്ദേഹം ഒരു കിഡ്നി പേഷ്യൻ്റാണ്, ഡയാലിസിസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ പോകുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പിന്നെ അദ്ദേഹം മരിക്കുന്ന എങ്ങനെയാണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ മോള് ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി വയനാട്ടിലേക്ക് എന്തോ ഒരു ട്രിപ്പ് പോയിന് സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോട്ടെ. അവർ വരുന്നുണ്ട്. അവരെ കൂട്ടാൻ വേണ്ടി രാത്രി ഇയാളും ഭാര്യയും കൂടെ ഇയാളെന്നെ കാറ് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. ആ പോണ വഴിയിൽ എനിക്കൊരു ക്ഷീണം പ്രയാസം എന്നൊക്കെ പറഞ്ഞ് ഇയാൾ പറയുകയും അങ്ങനെ അവിടെ വെച്ച് മരിക്കുകയും ചെയ്തു. ആ കുട്ടിക്ക് കിട്ടുന്ന വിവരം പിന്നെ എന്താണ്? ഉപ്പാക്ക് സുഖമില്ല, ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഒരു മരിച്ചിട്ടുണ്ട്, പക്ഷെ കുട്ടിയോട് പെട്ടെന്ന് പറയാൻ വയ്യല്ലോ. ഞാൻ പറഞ്ഞു, ഇതൊക്കെയാണ് നമ്മുടെ സ്ഥിതി എന്നുള്ളത് നമുക്ക് ഓർമ്മ ഉണ്ടാകണം. ഏത് സമയത്ത് അള്ളാഹു തിരിച്ചു വിളിച്ചാലും യഥാർത്ഥ ഈമാനോടെ ഇസ്ലാമോടെ മരിക്കാനുള്ള തൗഫീഖ് എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. അള്ളാഹു ചാല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله.